VKC Pride, India's hardworking footwear. ഈടുറ്റ പാദരക്ഷകൾ സത്യസന്ധമായ വിലയിൽ. ലോകത്തിൽ ആദ്യമായി റിവേഴ്സ് ക്വിസ് അവതരിപ്പിച്ച ഗ്രാൻഡ് മാസ്റ്റർ. ഇതൊരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. വീട്ടിന് അശ്വമേധം പേരിട്ടു. അതെ ഇല്ലേ? ആ വീടിന് എന്ത് സംഭവിച്ചു? ആ വീട് വിറ്റു. അജ്ഞാനത്തിനെതിരെയുള്ള വിജ്ഞാനത്തിന്റെ യുദ്ധമാണ് ഒരു മാധ്യമത്തിന്റെ സമൂഹധർമ്മം എന്ന് തിരിച്ചറിഞ്ഞ ചാനൽ മേധാവി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ പറയുന്ന ഉത്തരം ആർ ശ്രീകണ്ഠൻ നായർ. ഈ ലിവർ സിറോസിന്റെ മാസ്മരിക അവസ്ഥയിൽ കിടക്കുമ്പോൾ പ്രദീപിന് തന്റെ ഊഴം അവസാനിച്ചു എന്ന് തോന്നിയിരുന്നു. ഡോക്ടറോട് ചോദിച്ചു, ഞാൻ ജീവനോടെയാണോ തിരികെ പോകുന്നത്? അന്ന് അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് സോ എന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ തിരിച്ചുവരവിന് തീരുമാനം? നിയർ ഡെത്ത് എക്സ്പീരിയൻസ് താണ്ടിയ ഏത് മനുഷ്യനെയും സാറ് സമീപിച്ചു നോക്കൂ, ആ മനുഷ്യന് അതികഠിനമായ ആത്മപ്രകാശവും ധൈര്യവും പരസ്നേഹവും ഉണ്ടാകും. മരണത്തെ പ്രതി ഭയപ്പെട്ടിട്ടുണ്ടോ? മരണത്തെ ഭയപ്പെട്ടിട്ടുണ്ടോ എന്നതല്ല, ജീവിതത്തെ സ്നേഹിക്കുകയായിരുന്നു ഒരുപാട് എന്നുള്ളതാണ്. ഇന്ത്യൻ കരസേനയുടെ ദക്ഷിണ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഈ പ്രായത്തിൽ ആവേശം നല്ലതല്ല. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ദിവസമാണ് ക്രിസ്മസ് എന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാം. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ക്രിസ്മസ് ആശംസകൾ. ഇത് ക്യൂട്ടീസ് ഓഫ് പ്രസൻസ് മൈജി ഫ്ലവേഴ്സ് 1 കോടി. നിങ്ങൾക്കറിയാം, ഈ ക്രിസ്മസ് ദിനത്തിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം എന്റെ മനസ്സിലുണ്ട്. ആ ആനന്ദം എന്താണ്, അതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എന്താ കുട്ടിയേട്ടാ, ഇതാര്? എന്താ ഈ നിൽക്കുന്ന ആരാണ്? ഞാനാണ് ബോസ്. ഇത് എപ്പോഴാ ഇതൊക്കെ മറച്ചത്? ഇതൊക്കെ ഒരു സംഭവമായി പോയി ബോസ്. കാരണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് സാധിച്ചു. കുറെ നാളായി എനിക്കൊരു വസ്ത്രം വേണം. അയ്യോ, അർത്ഥനഗ്നനായ കുട്ടേട്ടനായിരുന്നു നല്ലത് കേട്ടോ. പക്ഷെ ഇത് നല്ല രസമല്ലേ ബോസ്? ഇത് ആ കൂടെ രസമുണ്ട്. ജഗബൊക. ഓ ബോസ്, ഹാപ്പി ക്രിസ്മസ്. സെയിം ടു യു, ഹാപ്പി ക്രിസ്മസ്. മാത്രമല്ല, ഇത് ഊരിക്കളയോ ഈ അടുത്ത ദിവസം കാണാം? കുറച്ച് ദിവസം ഞാൻ ഇട്ടിട്ട് അതിനുശേഷം മൂടിക്കളയാം ബോസ്. ഇതുകൊണ്ടൊരു വിലസണം നമുക്ക്. കുറച്ച് കാലമായല്ലോ കുട്ടേട്ടൻ എന്തെങ്കിലും ഒരു തുണി ഉടുക്കണം എന്ന് പറഞ്ഞു. അവസാനം ആ തുണി വന്നു. അതെ, സാധിച്ചു ബോസ്. ഞാൻ ഈ ഒരു സന്തോഷത്തിലെ ക്രിസ്മസ് ഒക്കെ ഒരു പാട്ട് പാടിയല്ലോ. പാടിക്കോളൂ, തകർത്തോളൂ. ഞാൻ കേൾക്കാം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാട്ടിരുന്നു രജപാലക ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തൊന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. താങ്ക് യു കുട്ടേട്ട. ഹാപ്പി ക്രിസ്മസ് വൺസ് അഗൈൻ. ഹാപ്പി ക്രിസ്മസ്. എന്റെ സന്തോഷത്തിന്റെ കാരണം ഞാൻ പ്രേക്ഷകരോട് പറയാൻ പോകുന്നു.
ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ എന്നോടൊപ്പം ഈ വേദിയിൽ മത്സരിക്കാൻ എത്തുന്നത് ആരാണ്? ലോകത്തിൽ ആദ്യമായി റിവേഴ്സ് ക്വിസ് അവതരിപ്പിച്ച ഗ്രാൻഡ് മാസ്റ്റർ. 90കളുടെ തുടക്കത്തിൽ ആകാശവാണിയുടെ കളരിയിൽ ഞാൻ പയറ്റുമ്പോൾ എന്നോട് പോരാടുവാൻ ആകാശവാണിയിൽ എത്തിയിട്ട് അവിടെ നിന്ന് അശ്വമേധം തുടങ്ങിയ സാക്ഷാൽ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. കിതച്ചു വീണുപോയെന്ന് കരുതിയവരെ അമ്പരപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കുതിച്ചു പാഞ്ഞ അറിവിന്റെ ആകാശവും ഒരു ചെറുപ്പക്കാരനാണ്. ആകാശവാണിയിലെ ഒരു നിമിഷം വാചകമടിയിൽ തുടങ്ങി അശ്വമേധത്തിലൂടെ പ്രശസ്തിയുടെ ആകാശസീമകൾ കീഴടക്കിയ ആ ചെറുപ്പക്കാരന്റെ പേരാണ് GS പ്രദീപ്. യുവത്വം ഇത്രയേറെ ആഘോഷിച്ച, ജീവിതം ഇതുപോലെ ധൂർത്തടിച്ച ഒരു ജീനിയസ് ഒരുപക്ഷേ ഒരുപാട് പേരൊന്നും ഉണ്ടാകില്ല മലയാളികളുടെ ഓർമ്മകളിൽ. തിരുവനന്തപുരം കരമന സോമൻ നഗറിലെ സംഘം വീട്ടിൽ അധ്യാപക കുടുംബത്തിലെ ഇളമുറക്കാരനായി ജനനം. അച്ഛൻ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ PK ഗംഗാധരൻ പിള്ളയും അമ്മ വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥയായിരുന്ന സൗദാമിനി തങ്കച്ചിയും. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശികളായ നീലകണ്ഠൻ നായർ, ലക്ഷ്മിബായി ദമ്പതികളുടെ മകൾ ബിന്ദുവാണ് ഭാര്യ. സൗപർണികയും സൂര്യനാരായണനുമാണ് മക്കൾ. ആസന്നമായ മരണത്തെ പോലും ആത്മവിശ്വാസത്തിന്റെ കരുത്തിലൂടെ തോൽപ്പിച്ച് ജീവിതം തിരിച്ചു പിടിച്ച GS പ്രദീപിന് ഈ വേദി തിരിച്ചറിവുകളുടെ മാത്രമല്ല, ഗുരുത്വത്തിന്റെ കൂടിയാണ്. സ്വാഗതം GS പ്രദീപ്. ഹായ് പ്രദീപ്. ഹായ്. ഓക്കെ, വേറെ രീതി പറഞ്ഞ പ്രദീപ്, ഇതൊരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഏറ്റുമുട്ടലോ? ഓക്കെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ GS പ്രദീപ് അശ്വമേധത്തിലൂടെ തകർത്ത് മുന്നേറുന്ന സമയത്ത് ഏറ്റവും സന്തോഷിച്ച കുറച്ച് ആൾക്കാരെ എടുത്താൽ അതിലൊരാളായിരിക്കും ഞാൻ. എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് അക്ഷരങ്ങളെ സംപ്രേഷണമോ പ്രക്ഷേപണമോ എന്തുമാകട്ടെ അതിലൂടെ മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തിക്കാം എന്ന് പഠിപ്പിച്ച് എൻ്റെ കൈപിടിച്ച് നയിച്ച ഗുരുനാഥനോ വഴികാട്ടിയോ മെന്ററോ, അതിലെല്ലാം ഉപരി വ്യക്തിപരമായി എന്നോട് വളരെയധികം വാത്സല്യവും സ്നേഹവും കാണിച്ച, ചെറിയ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉള്ളപ്പോൾ അതെല്ലാം സ്നേഹത്തോടെ തന്നെ ക്ഷമിച്ച എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ആദരണീയനായ ഗുരുനാഥനാണ് അങ്ങ്. അങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു. രണ്ടാമതൊരു സന്തോഷമുണ്ട്. രണ്ടാമതൊരു സന്തോഷം നമ്മൾ പറയാറുണ്ട്, why this day is adorned with so much of lights and stars. I was born in Bethlehem, not in Las Vegas എന്നൊക്കെ. എന്തിനാണ് ലാസ് വെഗാസിലല്ലോ, ബത്ലഹേമിലല്ലേ ജനിച്ചത്, ഈ നിറങ്ങളൊക്കെ എന്തിനെന്നൊക്കെ പറയാറുണ്ടെങ്കിലും മനുഷ്യ ജീവിതത്തിലെ മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും സന്തോഷം പകരുന്നത് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മഹാപിറവിയുടെ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം. അല്ല, എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും ജീവിതം പോരാടാനുള്ളതാണ്, അടരാടാനുള്ളതാണ്, സമൂഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് ജീവിക്കാനുള്ളതാണ് എന്നെ തിരിച്ചറിയാൻ പ്രാപ്തനാക്കിയത് എൻ്റെ ഒരു വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടം അങ്ങ് ധരിച്ചിരിക്കുന്ന ഈ കുപ്പായത്തിന്റെ നിറത്തോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ അങ്ങേ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം, ക്രിസ്മസ് ആയതിൽ സന്തോഷം, അതിനേക്കാൾ എന്റെ മുമ്പിൽ ചുവപ്പുള്ളതിന്റെ സന്തോഷം, ആത്മഹർഷം. അപ്പോ പ്രദീപ്, വളരെ സന്തോഷം. പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനത്തിൽ ആരായിരിക്കണം ഈ വേദിയിൽ മത്സരിക്കേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓടിയെത്തത് പ്രദീപിന്റെ ചിത്രമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ബറബാസിനെ ഓർമ്മിച്ചുകൊണ്ടാണ്. അതല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പോ GS പ്രദീപ് ആയിരിക്കും. കാരണം കുറേ ആളുകൾ ഈ ഇവിടെ വന്നുപോയി. ഏതാണ്ട് 125ഓളം എപ്പിസോഡുകൾ കടന്നു. കുറേ അധികം ആളുകൾ, സമൂഹത്തിന്റെ ഉന്നത രംഗത്തുള്ളവർ, അഴുക്കുചാലിൽ വീണിട്ട് അവിടുന്ന് ചാടി എഴുന്നേറ്റവർ, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു. അവരോടൊക്കെ നമ്മൾ മണിക്കൂറോളം സംസാരിച്ചു. അങ്ങനെ ക്രിസ്മസ് ദിനം ആഗതമാകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വരേണ്ടത് GS പ്രദീപ്. അപ്പൊ പ്രദീപ്, ജീവിതമൊക്കെ എങ്ങനെയാ പോകുന്നത്? ജീവിതം വളരെ നന്നായി പോകുന്നു സാർ. സാറിന് അറിയാവുന്നതുപോലെ എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളിൽ ഉള്ളതുപോലെയുള്ള നിമ്നോന്നതങ്ങൾ എന്റെയും വ്യക്തി ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സംഭവിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ജയിക്കുന്നതും തോൽക്കുന്നതും മറ്റുള്ളവരുടെ കരങ്ങൾ കൊണ്ടല്ല, അവനവൻ ജയിക്കുന്നതും അവനവൻ തോൽക്കുന്നതും ഒക്കെ സ്വയം കൃതികൾ കൊണ്ടാണ്. ആരോ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ പുറത്തു നിന്നൊരു ശക്തിയെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അകത്ത് നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇന്നിപ്പോ ആരാണ് പ്രദീപിന്റെ കൂടെ വന്നിരിക്കുന്നത്? ഇന്ന് വന്നിരിക്കുന്നത്
എല്ലാ കാലത്തും എന്നോടൊപ്പം ജീവിതത്തിൽ സഞ്ചരിക്കുന്നത് എന്റെ ഭാര്യയാണ്. അടുത്ത വർഷം 25ാം വിവാഹ വാർഷികമാണ്. ആ. കല്യാണത്തിന് സാറുണ്ടായിരുന്നു. 25 കൊല്ലം തികയാണ്. സഹിച്ചു 25 കൊല്ലം. 25 കൊല്ലത്തിനിടയിൽ തലമിടാഞ്ഞത് പ്രദീപിന്റെ ഭാഗ്യം. അതൊന്ന്. പക്ഷെ കല്യാണം അവളിടയ്ക്ക് പറയാറുണ്ട്, കല്യാണം കഴിച്ചത് കൊണ്ട് 25 വർഷം, കൊലപാതകമായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ജീവപര്യന്തം കഴിച്ച് വെളിയിലിറങ്ങിയിട്ട് 11 വർഷമായേനെ എന്നാണ്. അപ്പൊ അവരെ ഇവിടെ വിളിക്കാം തീർച്ചയായും. പിന്നെ കൂടെ എന്റെ മകനുണ്ട്. പിന്നെ എന്റെ സഹായി ബിനു എന്ന് പറഞ്ഞ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, ഈ രോഗം വന്ന് കിടന്ന കാലത്തും ഒക്കെ ഒപ്പം കൂടെയുള്ള നമ്മുടെ ഒരു സഹായി ഉണ്ട്, ബിനു. ഹായ് ബിന്ദു. ഈ 25 കൊല്ലം പിന്നിട്ടു അല്ലേ? 25 കൊല്ലമായിട്ട് എന്നെ തോന്നിയില്ലേ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ. മകന്റെ പേര് സൂര്യനാരായണൻ. അല്ല, അതെ, അവന്റെ പേരിട്ടത് 3 പേരുകൾ: അശോക് ഘോഷ്, ദേവദത്തൻ, സൂര്യനാരായണൻ എന്നിങ്ങനെ 3 പേരെഴുതി. അന്ന് എന്റെ പേരിടല്ല. അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബേബി സഖാവായിരുന്നു, ശ്രീ എം എ ബേബി ആയിരുന്നു. ബേബി സഖാവ് വന്ന് 3-ൽ നിന്ന് 1 നറുക്കെടുത്തതാണ് സൂര്യനാരായണൻ. അങ്ങനെ ബേബി സഖാവ് നറുക്കെടുത്ത് കിട്ടിയ പേരാ അല്ലേ സൂര്യനാരായണൻ? മോന് ഏത് ക്ലാസ്സിലായി? +1. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ജ്യോതിസ് സെൻട്രൽ സ്കൂൾ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ മത്സരത്തിൽ നിന്ന് കയറണം. റെഡി? വിനു. വിനോദാണോ വിനുവാണോ? വിനു വീട് എവിടെയാ? മലയൻകീഴ്. പ്രദീപിന്റെ കൂടെ കൂടിയിട്ട് എത്ര കാലമായി? കുറച്ചു കാലമായില്ലേ? ഓക്കെ വിനു, അപ്പൊ നമുക്ക് മത്സരത്തിൽ സജീവമാകണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. പ്രദീപ്, എനിക്ക് തോന്നുന്നത് കുറെ വേദികളിൽ പ്രദീപിനെ കണ്ടു കാണും. പക്ഷെ പ്രദീപ് വിദ്യാർത്ഥിയായി തുടങ്ങുന്നത് ഏത് സ്കൂളിൽ നിന്നാണ്? തുടങ്ങുന്നത് ഞാൻ കിളിമാനൂരുള്ള LPS നിന്നാണ്. കിളിമാനൂർ ഗവൺമെന്റ് LPS ചതുര പലകകളിൽ അഴികൾ നിറച്ച ഒരു പള്ളിക്കൂടത്തിലാണ് പഠിക്കുന്നത്. അന്ന് അതിന് തൊട്ടടുത്താണ് ഹൈസ്കൂൾ. ആ ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസ് അമ്മയായിരുന്നു. സർക്കാർ സ്കൂൾ ആയിരുന്നു LPS. അത് അവിടെ നിന്ന് 3ാം ക്ലാസ് ആയപ്പോൾ അമ്മയച്ഛനൊക്കെ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും തിരുവനന്തപുരത്ത് നെടുങ്കാട് UPS ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചത്. 5ാം ക്ലാസ് മുതൽ SMV ഹൈസ്കൂളിലാണ്, അതും സർക്കാർ സ്കൂളാണ്. അച്ഛൻ അവിടെ പ്രഥമാധ്യാപകനും അധ്യാപകനും ഒക്കെ ആയിരുന്നു. അവിടെയാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. സർക്കാർ സ്കൂളുകളിൽ കുടുംബമാണ് വീട്. അതെ, അമ്മ അധ്യാപികയായിരുന്നു, DO ആയിരുന്നു. അമ്മ ഇവാലുവേഷൻ ഓഫീസർ ആയിരിക്കുമ്പോഴാണ്, ഞാൻ 10ാം തരത്തിൽ പഠിക്കുമ്പോഴാണ്, ഒരു കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്, കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 1987 ജൂൺ 14-ാം തീയതി ഞായറാഴ്ച രാത്രി പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് എൻ്റെ മടിയിൽ തലചായ്ക്കുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കറുത്ത കാറിന് പകരം വെളുത്ത ആംബുലൻസ് മടങ്ങി വരുന്നതുമൊക്കെ. അച്ഛനും ഹെഡ് മാസ്റ്ററായാണ് വിരമിച്ചത്. അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചുള്ളൂ. അച്ഛൻ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ആദ്യത്തെ SF-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ONV സാറിനൊക്കെ അഡ്മിഷൻ കിട്ടുന്നത് അച്ഛനൊക്കെ അന്ന് നിരാഹാര സമരമൊക്കെ കിടന്നിട്ടാണ്. അധ്യാപക സംഘടനയായ KGTയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ഓക്കെ. അപ്പോൾ GS പ്രദീപ് എന്നൊരു പേര് പുറത്തേക്ക് അറിയപ്പെട്ടത് എങ്ങനെയാണ്? പുറത്തേക്ക് പലതും എനിക്കറിയാൻ വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, പ്രദീപിനെ അറിയാമല്ലോ. പ്രേക്ഷകർക്ക് പുറത്തേക്ക് എന്നുള്ളത് അത് തലങ്ങളനുസരിച്ചിരിക്കും. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ പ്രസംഗ മത്സരങ്ങളിലെ വിജയിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ സർവകലാശാല യുവജനോത്സവങ്ങളിലെ കേരളത്തിലെ ഒട്ടുമിക്ക പ്രസംഗ മത്സരങ്ങളിലും സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പരിചിതമുണ്ടായിരുന്നു. കലാലയ രാഷ്ട്രീയത്തിലൂടെ സജീവമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. കോളേജ് യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ ആകാശവാണിയിൽ അങ്ങ് അവതരിപ്പിച്ച 1 നിമിഷം മാത്രം പരിപാടിയിൽ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ മുക്കാതെ മൂളാതെ വിവരയ്ക്കാതെയൊക്കെ സംസാരിക്കും. ഒരു വാചാലത വൈഭവ പരിപാടി. അന്ന് ഒരുപാട് പേര് ശ്രോതാക്കൾ കത്തുകളൊക്കെ അയച്ചു. ആ ഇടയ്ക്ക് ഞാൻ ഇവളോട് പിന്നീട് പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടില്ല. അസ്ഥിമാത്ര ശേഷനായിരുന്ന, വളരെ മെലിഞ്ഞിരുന്ന ഞാനെന്ന 17 വയസ്സുകാരൻ ആകാശവാണിയിൽ ഇഷ്ടംപോലെ പ്രേമലേഖനങ്ങൾ വരുമായിരുന്നു. സാറൊന്ന് സാക്ഷ്യപ്പെടുത്തണം. അവക്കൊന്നൊരു വിലയില്ല സാർ. വേണോ അത്? പ്രദീപ്, ഞാൻ അന്നത്തെ ഒരു സംഭവം പ്രദീപിനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രദീപ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്നോട് ഒന്ന് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ജോലി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മധു നായർ ഏർപ്പെടുത്തി. തീർച്ചയായും പ്രദീപിന്. അപ്പൊ മധു നായർ പറഞ്ഞു, അവനൊരു ജോലി കൊടുക്കാം, പക്ഷേ കല്യാണത്തിന്റെ പിറ്റേന്ന് രാജി തരണം. ഞാൻ പറഞ്ഞു, സമ്മതിച്ചു, അത് കുഴപ്പമില്ല. പുള്ളിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ പറഞ്ഞു, ഞാൻ അവനൊരു ഓഫീസർ അന്ന് കഴിച്ചില്ല, പക്ഷേ ഓഫീസർ പോസ്റ്റിന് കൊടുക്കുക, അവനെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സന്തോഷം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വഴി വെച്ച് കണ്ടപ്പോൾ മധുനായർ പറഞ്ഞു, ഈ ചതി എന്നോട് ചെയ്യരുതായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്തെങ്കിലും ജോലി കൊടുക്കണം, വീട്ടിൽ ഓഫീസിൽ വെറുതെ ഇരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു 5-6 പാരഗ്രാഫ് ഇദ്ദേഹത്തിന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുകൊടുക്കുന്ന ഒരു പതിവായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വന്ന് മറ്റുള്ളവരെ കത്തി വെക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ അവസാനം എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എൻഗേജ് ആക്കാൻ വേണ്ടി വിവർത്തനങ്ങൾ കണ്ടുപിടിക്കുന്നതായി. ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അത് കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതെ, സഹൃദയന. അദ്ദേഹം എന്നും അങ്ങനെയായിരുന്നല്ലോ. മധു നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അദ്ദേഹമാണ്. അപ്പോൾ പ്രദീപ്, നമുക്കിന്ന് മത്സരം 2 രീതിയിലുണ്ട്. അതായത് 10,000 രൂപയ്ക്ക് 10 ചോദ്യങ്ങളുടെ പോകാം,
20 ചോദ്യങ്ങളുടെ 1 കോടിയിലേക്ക് പോകാം. പക്ഷെ ഫലത്തിൽ എന്താ സംഭവിച്ചതറിയാമോ? നമ്മൾ 1 കോടിക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങി. ഇപ്പൊ തന്നെ 2.5 കോടി പുറത്ത് മത്സരാർത്ഥികൾ പോയി കഴിഞ്ഞു. അതാണ് നമ്മുടെ മത്സര ഫലം. അപ്പൊ നമുക്ക് 10 ചോദ്യങ്ങൾ വഴി 1 കോടി വേണോ, 20 ചോദ്യങ്ങൾ വഴി 1 കോടി വേണോ? ഇത് ചോദ്യങ്ങളുടെയോ കോടിയുടെയോ ഒന്നും അല്ല സാർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്രിസ്മസ് ആണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ അങ്ങയുമായി ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് 1.5 മണിക്കൂർ ചിലവഴിക്കുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇത് കാണുന്ന പ്രേക്ഷകരെ എന്റർടൈൻഡ് ആക്കുകയും ചെയ്യുക. അതുകൊണ്ട് എത്ര ദൈർഘ്യം കൂട്ടിപ്പോകാമോ അത്രത്തോളം കൂടുതൽ ചോദ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ 20 ചോദ്യങ്ങൾ 1 crore. മാത്രമല്ല അശ്വമേധത്തിൽ ഞങ്ങൾ പണ്ട് 21 ചോദ്യങ്ങൾ കൊണ്ടാണ് ആളിനെ കണ്ടുപിടിച്ചത്. അതിനടുത്ത്. ഓക്കെ. അപ്പൊ പ്രദീപിന്റെ ജീവിതത്തില് ഒപ്പം സാർ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് സൗന്ദര്യ മത്സരങ്ങൾ ഒരുപാടുണ്ട് ലോകത്ത്. അതെ. ബൗദ്ധിക മത്സരങ്ങളുടെ എണ്ണം കുറവാണ്. കാരണം ആളുകളുടെ ധാരണ വൈജ്ഞാനികമായ ഒരു സംഗതി അല്ലെങ്കിൽ അറിവിനോടുള്ള കമ്പം ആളുകൾക്ക് കുറവാണ്, അത് TRPയിൽ ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഏറ്റവും സ്വാധീന ശക്തിയുള്ള കലയാണ് അറിവ് എന്ന് അത് വേണ്ടുന്ന വിളമ്പണം എന്ന് അതെ എന്ന് തിരിച്ചറിയിച്ച ഒരു പ്രോഗ്രാമാണ് സർ 1 കോടി. ആ പ്രോഗ്രാമിലൂടെ അങ്ങ് ചെയ്യുന്നത് സത്യത്തിൽ ഒരു ടെലിവിഷൻ ഷോ ഒക്കെ, അതൊക്കെ ശരി, അതിന്റെ നിറവും വർണ്ണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറം മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ യുദ്ധമാണ് രാഷ്ട്രീയം എന്ന് പറയാറുണ്ട്. അജ്ഞാനത്തിനെതിരെയുള്ള വിജ്ഞാനത്തിന്റെ യുദ്ധമാണ് ഒരു മാധ്യമത്തിന്റെ സമൂഹധർമ്മം എന്ന് തിരിച്ചറിഞ്ഞ ചാനൽ മേധാവി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ പറയുന്ന ഉത്തരം R. ശ്രീകണ്ഠൻ നായർ. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. എന്റെ അമ്മോ കാലങ്ങു. ഓക്കെ. ആ കുട്ടേട്ടനെ പരിചയപ്പെടുത്തി. ഇതാണ് കുട്ടേട്ടൻ. 12 അടി നീളം. ഇതുവരെ വസ്ത്രമില്ലായിരുന്നു, വസ്ത്രാക്ഷേപത്തിലായിരുന്നു ജീവിതം. പക്ഷെ ഇപ്പൊ ഈ ക്രിസ്മസ് പ്രമാണിച്ച് പ്രത്യേക വസ്ത്രം. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, എന്നെ ഒരു ഗമാലിറ്റി. നമസ്കാരം മിസ്റ്റർ പ്രദീപ്. നമസ്കാരം കുട്ടേട്ട. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണ് കുട്ടേട്ട. താങ്കളെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ എനിക്കറിയാം. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ക്വിസ് മാസ്റ്ററെ നേരിൽ കാണുന്നതും പരിചയപ്പെടുന്നതും. അപ്പോൾ മിസ്റ്റർ പ്രദീപ്, താങ്കൾ നന്നായി മത്സരിക്കുക. 1 കോടി രൂപ ലഭിക്കട്ടെ. താങ്ക് യു. അതിലൊരു രഹസ്യം ഞാൻ പറയാം GS പ്രദീപ്, ഇത് കണ്ട് അഹങ്കരിക്കണ്ട. കാരണം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആർക്കും 1 കോടി അടിച്ചിട്ടില്ല. ഇല്ല. അതാണ് ഇന്നൊരു സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ കാണുന്നു. ഞാൻ GS പ്രദീപ് അവിടുന്ന് എഴുന്നള്ളി എന്ന് അറിഞ്ഞപ്പോ തന്നെ പറഞ്ഞത് എന്താണെന്നറിയാ കുട്ടേട്ടാ, നമ്മുടെ 1 കോടി ഖജനാവിന്ന് പോയി. കുട്ടേട്ടാ, പണ്ട് 1915 ജനുവരി 9 ഇന്ത്യയിലേക്ക് വന്ന ഗാന്ധിജി വൈഗാ നദീ തീരത്തിൽ വെച്ച് ഒരു കാഴ്ച കണ്ടു. അക്കരെ ആളുകളില്ലാത്ത കോണിൽ നിന്ന് ഒരു തമിഴക സ്ത്രീ ധരിച്ചിരുന്ന സാരിയുടെ പകുതി വെള്ളത്തിൽ നനച്ച് കാറ്റിൽ വീശി ഉണക്കി നഗ്നത മറച്ചതിന് ശേഷം ആ സാരിയുടെ മറുപകുതി കഴുകുന്നു. ചുറ്റിയതല്ലാതെ മാറ്റിയെടുക്കാനില്ലാത്ത ഒരു ഇന്ത്യൻ സ്ത്രീയെയാണ്. അന്നു മുതൽക്ക് ഇന്ത്യൻ സ്ത്രീകളുടെ നഗ്നത മാറുന്ന കാലം വരെ ഞാൻ ഇന്നു മുതൽക്ക് അർത്ഥനഗ്നനാവുമെന്ന് ശപഥം ചെയ്തതാണ് ഗാന്ധിജി. അപ്പോ ഗാന്ധിജി ഒരു സ്ത്രീയുടെ വേദന കണ്ടിട്ടാണ് അർത്ഥനഗ്നായത്. താങ്കൾ ആരുടെയെങ്കിലും പരാതി കേട്ടിട്ടാണോ പൂർണ്ണ വസ്ത്രധാരിയായത്? എന്നെ നിർമ്മിച്ചത് ഇങ്ങനെയായിരുന്നു. ഇന്നു മുതൽ മാത്രമാണ്. റോബോട്ടാണ് പ്രദീപ്. ആണ് കുട്ടേട്ടൻ റോബോട്ടാണ്. ഇവിടെ എല്ലാ റോബോട്ടിന്റെ കളി. ഇത് റോബോട്ടാണ്. കുഞ്ഞിരാമനുണ്ട്. കുഞ്ഞിരാമൻ റോബോട്ടാണ്. മൊത്തം റോബോട്ടിന്റെ കളിയാ. നമ്മുടെ മോണ്ടൊക്കെ റോബോട്ടാ കൊണ്ടുവരുന്നത്. ആണ്. അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യാം. പ്രദീപിന് സൂപ്പറായി. ഇപ്പൊ കണ്ടാലുണ്ടല്ലോ. മുഖവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മുഖമാണ്. ഇപ്പോഴാണ് ബോസിനെ ഞാൻ സുന്ദരനാണെന്ന് മനസ്സിലായത്. ഞാൻ പണ്ടേ സുന്ദരനാണ്. ഞാൻ ഇപ്പോഴേ മനസ്സിലാക്കിയുള്ളൂ. യഥാർത്ഥ ഈ തുണി ഉടുത്തപ്പോഴാണ് മനസ്സിലായ സൗന്ദര്യം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ എന്തായാലും നന്നായി മത്സരിക്കും മിസ്റ്റർ GS പ്രദീപ്. ഒരു കാര്യം ചെയ്യാം പ്രദീപ്, ഇവിടെ ശുദ്ധമായ ജലമുണ്ട്. കുട്ടേട്ടന്റെ പാനീയം. അത് കുടിച്ചാൽ മറഞ്ഞു കിടക്കുന്ന വിജ്ഞാനമൊക്കെ ഇങ്ങനെ ഉദ്ഭുതം പോലെ പൊങ്ങി വരും. അല്ല, അത് സാറ് പറയാൻ കാരണം കഴിഞ്ഞ 8 വർഷങ്ങളായി ശുദ്ധമായ ജലം മാത്രമേ ഞാൻ കുടിക്കൂ എന്നുള്ളതിന്റെ സൂചനയല്ല. അത് ഞാൻ വേറെ ചോദിച്ചോളാം. കുഞ്ഞിരാമ, താങ്ക് യു. കുടിക്കൂ. ഓക്കെ, റെഡി? കുഞ്ഞിരാമ, ഹാപ്പി ക്രിസ്മസ്. വീട്ടിൽ പോയിക്കോളൂ. അപ്പോ പ്രദീപ്, നമ്മളെ ഒരു കാര്യം തീരുമാനിച്ചു. 20 ചോദ്യങ്ങളുടെ 1 കോടിയിൽ നിന്നാണ്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അത് കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യമാണ്. എല്ലാം 10,000 തുടങ്ങുന്ന കളിയാ. ഓക്കെ. മോണിറ്റർ പ്ലീസ്. ഇങ്കർ.
10,000 രൂപയുടെ ആദ്യത്തെ ചോദ്യം GS പ്രദീപ്. ആരെഴുതിയ ചെറുകഥയാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി? ഓപ്ഷൻ എ തകഴി, ഓപ്ഷൻ ബി സക്കറിയ, ഓപ്ഷൻ സി അക്ഷിത, ഓപ്ഷൻ ഡി ടി പത്മനാഭൻ, ഓപ്ഷൻ ഇ സുഭാഷ് ചന്ദ്രൻ. ഗൗരിയെ പോലെ മലയാളത്തിന്റെ ചെറുകഥാ ലോകത്ത് വസന്തം പരത്തുന്ന പപ്പേട്ടനാണ്. ടി പത്മനാഭനാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി. ഓപ്ഷൻ ഡി എനിക്ക് കൂട്ടാമോ? തീർച്ചയായും കൂട്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ജയരാജ് സിനിമയാക്കാൻ പോകുന്ന വാർത്തയുണ്ട്. വാർത്തയുണ്ട്. ആ, പ്രകാശം പരത്തി എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. ആണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാ. പൂച്ചയുടെ അടുത്ത കൂട്ടുകാരൻ. അതെ. ഓക്കെ, അപ്പോ ഉത്തരം ഓപ്ഷൻ ടി പത്മനാഭൻ ശരിയാണ്. 10,000 രൂപ GS പ്രദീപ്. വീട്ടിന് അശ്വമേധം പേരിട്ടു. അതെ. ഇല്ലേ? അപ്പൊ ആ വീടിന് എന്ത് സംഭവിച്ചു? ആ വീട് വിറ്റു. എന്തുകൊണ്ട് വിറ്റു? വീട് വിൽക്കേണ്ട ബാധ്യതകൾ ഉണ്ടായി. കടങ്ങൾ കയറി. എനിക്ക് തോന്നുന്നു GS പ്രദീപ് ഏറ്റവും നന്നായി പെർഫോം ചെയ്ത 2000-ലാണെന്ന് തോന്നുന്നു അല്ലേ? 2000 മുതൽ 2005 വരെ. നമുക്കിനി കുറച്ചുകൂടെ ബാക്കിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് GS പ്രദീപിനെ ഞാൻ പരിചയപ്പെടുന്നത്. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു അഭിമുഖവും ആദ്യ സംഭവം കോളേജിൽ കയറിയ സമയത്താണ്. അപ്പൊ ഞാനിങ്ങനെ പ്രദീപും അതേപോലെ ഐഷയും അമരവിള സതീഷും നിങ്ങൾ അടങ്ങുന്ന ഒരു സംഘം ആകാശവാണിയിലെ മത്സരാർത്ഥികളായി വരുന്നു. ഞാനെന്ന് ഒരു നിമിഷം അവതരിപ്പിച്ചു തുടങ്ങുന്ന സമയം ഞാൻ തിരുവനന്തപുരം ആകാശവാണിയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ സാറിന്റെ കണ്ടതും കേട്ടതും അടക്കമുള്ള പ്രോഗ്രാമുകൾ വളരെ വളരെ ജനപ്രിയമാണ്. ഓക്കെ, അതുണ്ടായിരുന്നു. എന്നാൽ ഇത് കാരണം എൻ്റെ അടുത്ത് ആകാശവാണി തന്നെ പറഞ്ഞ മാധവി രവീന്ദ്രൻ, അതും ഒരു രഹസ്യം ഞാൻ പുറത്തു പറയാണ്. മാധവി എന്നോട് ചോദിച്ചു, ഇപ്പോ ഊട്ടി റേഡിയോ സ്റ്റേഷനിലാണ്. അപ്പോൾ മാധവി എന്നോട് ചോദിച്ചു, ഈ BBC-യിൽ വരുന്ന ജസ്റ്റ് ജാം എന്നൊരു ഇംഗ്ലീഷ് പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആകാശവാണിയുടെ കോവടി പടി ഇറങ്ങി വരുമ്പോൾ മേലോട്ട് കയറി വരുന്ന മാധവിയാണ് ഈ ചോദ്യം. ഞാൻ താഴോട്ട് ഇറങ്ങിയെന്നുകൊണ്ട് പറഞ്ഞു, അയ്യോ അതൊക്കെ എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കുക, എന്തോ പ്രശ്നം എന്ന് ചോദിച്ചു. ശ്രീകണ്ഠൻ്റെ ഈ വാചകം അടിക്കുക പരിപാടി തുടങ്ങാൻ പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ അത് കേട്ടിട്ടില്ലായിരുന്നു, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ ജസ്റ്റ് എ മിനിറ്റിൻ്റെ രൂപമെന്ന് തോന്നിക്കുന്ന ഒരു നിമിഷം എന്നൊരു പരിപാടി ആകാശവാണി തുടങ്ങുന്നു. അതിന് പറ്റിയ കുറേ പ്രതിഭകൾ വേണം, കുറച്ച് ചെറുപ്പക്കാർ, നന്നായി സംസാരിക്കുന്ന അനർഗളധാരയായിട്ട് മലയാളം വരുന്ന ആളുകൾ വേണം. അങ്ങനെ ഒരു 5-6 പേർ അവിടെ വന്ന് കൂടി. അതിൽ എനിക്ക് തോന്നുന്നത് പ്രദീപായിരുന്നു അതിനകത്തൊരു പ്രധാനപ്പെട്ട ആൾ. അങ്ങനെയാണ് GS പ്രദീപിനെ പരിചയപ്പെടുന്നത്. ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മുറ്റത്തിരുന്ന് എന്തൊക്കെയോ കളിക്കുന്നു. എനിക്കൊന്ന് അന്നുകൊണ്ട് അശ്വമേധത്തിന്റെ ചെറിയൊരു കൂട്ടുകാരോട് കളിക്കുമായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് പ്രദീപ് തുടങ്ങുന്നത്. അതെ. അപ്പോൾ എന്തായിരുന്നു അനുഭവം ആകാശവാണിയിൽ നിന്ന്? ആകാശവാണി ഒരു വീട് പോലെയായിരുന്നു സാർ ആ കാലഘട്ടങ്ങളിൽ. നമ്മൾ ഈ വെള്ളിയാഴ്ചകളിലായിരുന്നു, അന്ന് 7:25-നായിരുന്നല്ലോ ആകാശവാണിയിൽ സംപ്രേഷണം ചെയ്യുന്നത്. വെള്ളിയാഴ്ച അത് പ്രക്ഷേപണം ചെയ്യുന്നതിന്റെ ചെക്ക് 25 തിങ്കളാഴ്ച കാശ് കിട്ടും എന്നുള്ളത് ഒരു പ്രധാന അനുഭവം. 41 രൂപയായിരുന്നു തോന്നുന്നു. ആദ്യം 41 രൂപയിലാണ് കയറി തുടങ്ങിയത്. അന്ന് ബുധനാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ഒക്കെയാണ് റെക്കോർഡിംഗ് വയ്ക്കുന്നത്. ഈ ബുധനാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ വരുമ്പോൾ അന്ന് ഈ ഒരു നിമിഷം ഹിറ്റായി കഴിഞ്ഞതിന് ശേഷം ചില കോളേജുകളിൽ പുതുതായി കുട്ടികൾ വരുമല്ലോ. അപ്പോൾ ഒരു ദിവസം സാറ് ഒരു മുറി ഞങ്ങൾക്ക് ഇരിക്കാനൊരു മുറി തരുമായിരുന്നല്ലോ അവിടെ മുകളിലത്തെ. ആ മുറിയിൽ ഞാനും നമ്മുടെ അമരവിള സതീഷും ഒക്കെ കൂടെ ഇരിക്കുന്നു. ഞങ്ങളന്ന് ഈ ജസ്റ്റ് എ മിനിറ്റിന്റെ സ്ഥിരം ആളുകളാണ്. ശ്രീകണ്ഠൻ നായരുടെ പ്രിയ ശിഷ്യന്മാർ എന്നൊക്കെയുള്ള നിർവചനമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി വന്നു ഒരല്പം ചാടയൊക്കെ ഉണ്ട്, വന്ന് ആളുകളോടൊക്കെ ബാക്കിയുള്ളവരൊക്കെ പേരൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്നോട് അവർ ചോദിച്ചു, ആ ചെമ്പഴന്തി കോളേജിൽ പ്രദീപൊക്കെ വരില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സതീഷാണെന്ന് തോന്നുന്നു പറഞ്ഞത്. വരൂല്ല എന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ പഠിത്തിരിക്കുക നമ്മളന്ന് തീരെ മെലിഞ്ഞ് ശബ്ദമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുരേഷ് എന്നാണ്, MG കോളേജ് പഠിക്കാനെന്ന് പറഞ്ഞു. അപ്പൊ പരിപാടി തുടങ്ങി ഫ്ലോറിൽ നിൽക്കുമ്പോഴാണ് സാർ ഇങ്ങനെ പരിചയപ്പെടുത്തി 5 പേരെ പരിചയപ്പെടുത്തി. ഒപ്പം ചെമ്പഴന്തി SN കോളേജിലെ GS പ്രദീപ് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ആ കുട്ടിക്ക് ഞാൻ പറ്റിച്ചതാണ് എന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ആകാശവാണിയിലെ ഒരു നിമിഷം മാത്രം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനിത് പറയുന്നത് ഫ്ലവേഴ്സ് ഫ്ലോറിൽ ശ്രീകണ്ഠൻ നായർ സാറിന്റെ മുമ്പിൽ നിന്ന് പറയുന്നത് കൊണ്ടല്ല. ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഈ 5-6 വർഷങ്ങൾക്ക് മുമ്പ് അശ്വമേധം പ്രോഗ്രാം ചിക്കാഗോയിൽ ചെയ്തിട്ട് അന്ന് രാത്രി അവിടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്ന് ആഹാരം കഴിക്കുമ്പോൾ ഒപ്പം തമിഴ്നാടൻ ശ്രീ ശരത് കുമാറും ശ്രീ MM ഹസനും ഒക്കെ അടക്കമുള്ളവരുണ്ട്. ഒപ്പം ആഹാരം കഴിക്കുമ്പോൾ അവരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, കോട്ടയംകാരിയാ, ഒരു സ്ത്രീയാ, നല്ല പ്രായമുണ്ട്, എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, പ്രദീപിന് ഇപ്പോഴല്ലേ ഞങ്ങളെ പരിചയം, ഞങ്ങൾക്ക് പ്രദീപിനെ പണ്ടേ അറിയാം. ഞാൻ പറഞ്ഞ അശ്വമേധം തുടങ്ങിയപ്പോൾ മുതൽ അറിയാല്ലേ? അല്ല, അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആകാശവാണിയിലൂടെ ഒരു നിമിഷം മാത്രം പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ കേൾക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വാക്കിന്റെ ശക്തി വലുതാണ് എന്ന് മനസ്സിലാക്കിയത്. ഓക്കെ പ്രദീപ്, മറ്റൊരു കാര്യം, പ്രദീപ് വേദികളിലൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന പതിവ് തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് വിമൻസ് കോളേജിലെ ഒരു പ്രസംഗത്തിലാണ്. കോളേജിലായിരുന്നു കല്യാണാലോചന വന്നത്. അത് വിമൻസ് കോളേജിലായിരുന്നു. പല ആൾക്കാരും പ്രസംഗിനോട് ആരാധനയൊക്കെ തോന്നി കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു കാണും അല്ലേ? പ്രദീപ് അറിഞ്ഞപ്പോ എങ്ങനെ റിയാക്ട് ചെയ്ത്?
പ്രസംഗമല്ലല്ലോ സാർ ജീവിതം. കുറച്ച് വ്യത്യാസമാണ്. അല്ല, അങ്ങനെ പ്രസംഗിച്ച് കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ എന്താണ് എന്ന് എന്നെ ആദ്യം പഠിപ്പിച്ചത് അന്നൊരു വാരികയിൽ എനിക്ക് പ്രേക്ഷകർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വ്യക്തിയുടെ സഹായം തേടി ആ വ്യക്തിയെ ഒരു ദിവസം സ്റ്റാച്യൂവിൽ വെച്ച് കണ്ടപ്പോൾ ആ വ്യക്തി സ്റ്റാച്യൂവിൽ ഒരു കടയിൽ നിന്ന് ഓസിന് വായിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, സർ അങ്ങ് വായിക്കുന്ന ഈ കടയിൽ എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പരിചയപ്പെടുത്തി. അപ്പൊ എനിക്കും ആ പരിചയം കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ സ്റ്റാച്യു അരുൾ ജ്യോതി ഹോട്ടലിനോട് ചേർന്നിരിക്കുന്ന ആ കടയിൽ എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാ പീരിയോഡിക്കൽസും ഓസിന് വായിക്കാൻ കിട്ടും. ഞാൻ പൊതുവെ സ്പീഡ് റീഡറാണ്, അതുകൊണ്ട് ഒരു 8-10 വായിക്കും. വായിച്ചിട്ട് കൊടുത്തിട്ട് പോവും. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഈ പരിചയപ്പെടുത്തിയ അദ്ദേഹം എന്ന് പറഞ്ഞു, പ്രദീപ് മേലാൽ നീ അങ്ങോട്ട് പോകരുത്, അയാളിപ്പോൾ എനിക്ക് പോലും വായിക്കാൻ തരാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞു. അവിടെ തീർന്നില്ല. എന്നിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു കോളത്തിൽ എന്താണ് കൊടുവാൾ പ്രതാപൻ എന്ന് പറഞ്ഞിട്ട് പ്രസംഗം അതിന്റെ ബാക്കി ഞാൻ പറയാം. അതായത് വ്യക്തിയുടെ പേര് ആർ ശ്രീകണ്ഠൻ നായർ എന്നാണ്. പ്രദീപ് അവിടെ ഈ ഓസ് വായിക്കാൻ തുടങ്ങിയപ്പോൾ പ്രദീപിന് കുറെ ഓഡിയൻസ് ഒക്കെ ഉണ്ടായി. അവിടെ കുറച്ചളി. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് മുഴുവൻ ഓസ് വായനക്കാരെ കൊണ്ട് നിറഞ്ഞു കട, ഒറ്റ സാധനം വിൽക്കുന്നില്ല. ഞാൻ ആകെ പരിഭ്രാന്തനായി. ഞാൻ എന്താ ചെയ്യും? ഇങ്ങനെ ഒരു ചതി മധു നായർക്ക് പിന്നാലെ അടുത്ത ആൾ പറയുന്നത് ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യാമോ എന്ന് ചോദിക്കും. ഞാൻ അതിന് വഴിയുണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ എൻ്റെ ഈ കോളത്തിൽ ഞാനെന്നൊരു മനോരാജ്യത്തിൽ കോളം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കോളത്തിൽ ഞാൻ പ്രസംഗം പ്രതാപനെ കുറിച്ച് എഴുതി. അപ്പൊ പ്രത്യേകിച്ച് പ്രതാപന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ആ കോളത്തിൽ എഴുതിയത്, അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയാൽ പാരഗ്രാഫ് കണക്കിനെ സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറാൻ പോകുന്ന ഒരു പ്രദീപിനെ അതായത് ഈ പ്രതാപനെ കണ്ടുമുട്ടിയാൽ ട്രെയിൻ മുടങ്ങും. കാര്യം ഒരു പാരഗ്രാഫിൽ സംസാരിക്കുന്നതിന് ട്രെയിൻ പോയിരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ആൾക്കാർ പുള്ളി അങ്ങ് പോട്ടെന്ന് ചോദിച്ചു മൂത്രം ഒഴിക്കായിരിക്കും. ചില ആൾക്കാർ കുറുക്കെ നടന്നു പോകും. അങ്ങനെ ഈ പ്രസംഗം പ്രതാപം എന്ന് പറഞ്ഞ ആൾ കല്യാണം കഴിച്ചിട്ട് ഇദ്ദേഹത്തെ പ്രതാപൻ്റെ തന്നെ പഴയൊരു സുഹൃത്ത് ഗൾഫിലൊക്കെ പോയി തിരിച്ചൊരു 10 വർഷത്തിന് മടങ്ങി വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് വളരെ മൗനത്തിലിരിക്കുന്ന പ്രതാപനെയാണ് കണ്ടത്. നിനക്കെന്ത് പറ്റിയടാ, നിന്റെ നാക്ക് അവിടെ പോയി, വായൊക്കെ തുറന്നു നോക്കി, നാക്കൊക്കെ അവിടെ തന്നെ ഉണ്ടോന്ന്. അപ്പോൾ ഉണ്ട്, ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അടുക്കളയുടെ വാതിൽ പതുക്കെ അങ്ങ് തുറക്കുന്നു 2 പാളികളായിട്ട്. എന്നിട്ട് ഒരു ഭാര്യ ഇങ്ങോട്ട് ഇറങ്ങി, ആഫ്രിക്കൻ പായലിന്റെ അഗാധതയും എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പൊ പറഞ്ഞു, 2 പ്രസംഗർക്ക് ഒരു മേൽക്കൂര കീഴിൽ താമസിക്കാൻ പറ്റുമോ എന്ന് പ്രതാപൻ ചോദിക്കുന്നു. ഞാൻ എന്നിട്ട് ഈ കടക്കാരിലേക്ക് കട്ട് ചെയ്താൽ കടക്കാരനും ഞാൻ ഇത് ലേഖനം എടുത്തു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇനി DS പ്രദീപ് വഴി വരുവാണെങ്കിൽ ഇതെടുത്ത് കൊടുത്താൽ മതി, അദ്ദേഹത്തിന്റെ കാര്യം അതോടെ പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഈ പ്രദീപിന്റെ ഈ പ്രസംഗത്തിന്റെ പ്രത്യേകത ഒരു വാരികയിൽ കോളമായിട്ട് അച്ചടിച്ചു. അല്ല സാർ, എനിക്കതൊരു വലിയ അവാർഡായിരുന്നു. ഞാനത് കോളേജിൽ കൊണ്ട് കാണിക്കും. കാരണം അന്ന് എനിക്ക് 18-19 വയസ്സ് വരുന്നേ ഉള്ളൂ, 18 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. വളരെ യങ്ങാണ് പ്രദീപ്. ആ കാലഘട്ടത്തിൽ അങ്ങേപ്പോലെ വളരെ പ്രശസ്തനായ ഒരാൾ എന്നെ കാരിക്കേച്ചർ ചെയ്തൊരു സംഗതി എഴുതി എന്ന് പറഞ്ഞത് സത്യത്തിൽ ഞാനൊരു പുരസ്കാരമായി അന്ന് കരുതി. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ഇന്നും മനസ്സിൽ കരുതുന്നു. പ്രദീപിനെ അറിയാവുന്നവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി 20,000 രൂപയുടെ ചോദ്യം. അടുത്ത കഥ നമുക്ക് പിന്നീട് 20,000 രൂപയുടെ ചോദ്യം. 20,000 മോണിറ്റർ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തുന്ന മാസം ഏതാണ്? ഓപ്ഷൻ എ ജൂലൈ, ഓപ്ഷൻ ബി ഒക്ടോബർ, ഓപ്ഷൻ സി നവംബർ, ഓപ്ഷൻ ഡി ഏപ്രിൽ, ഓപ്ഷൻ ഇ ജൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂണിലല്ലേ സാർ എത്തുന്നത്? ജൂണിലല്ലേ എത്താൻ പാടുള്ളൂ. അതെ, അങ്ങനെയാണോ? അങ്ങനെയാണ് സാധാരണയായി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് കൂട്ടാമോ? ജൂൺ കൂട്ടാം സാർ. ഓപ്ഷൻ ഇ ജൂൺ പൂട്ടിയിരിക്കുന്നു. തുറക്കുമ്പോ ധർമ്മപത്നിയോടൊന്ന് ചോദിക്കാം, തുറക്കുമ്പോ ശരിയായിരിക്കുമോ? മോനെ ശരിയായിരിക്കോ? ഓക്കെ, ഓപ്ഷൻ ഇ ജൂൺ തുറക്കുന്നു. 20,000 രൂപ. യു ആർ റൈറ്റ്. പ്രദീപ് ഉത്തരം ശരിയാണ്. 20,000. ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സമരം നടത്തുന്ന ഗ്രേറ്റ തുൻബർഗ് എന്ന പെൺകുട്ടി, സ്വീഡൻകാരി, 16 വയസ്സുകാരി, കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കുട്ടിയാണ്. അവൾ ഈയിടെ അവളുടെ പ്രസംഗം കേട്ട്, അവളുടെ ഒരു റെക്കോർഡ് സ്പീച്ച് കേട്ട് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കണ്ട വാർത്ത എന്താണെന്നറിയോ സാർ? കഴിഞ്ഞ 2 വർഷമായി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ സീ ടർട്ടിലുകൾ, കടലാമകൾ എത്രയോ ദശാബ്ദങ്ങൾക്ക് ശേഷം ആകാശം കണ്ടു എന്നാണ്. കാരണം ഈ കോവിഡ് മഹാമാരി കാരണം അന്തരീക്ഷ മലിനീകരണം മാറി. ഓഷ്യനിലെ പ്രകൃതി തന്നെ മാറി. പ്രദീപ്, യഥാർത്ഥത്തിൽ പ്രദീപിന്റെ ജീവിതത്തിൽ ഒരുപാട് ആകസ്മികതകളും ഒരുപാട് അവിചാരിത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അശ്വമേധം ഒരുപക്ഷെ പ്രദീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഗ്രാഫ് ഉയർത്തിയ ടെലിവിഷൻ കാഴ്ചയാണ്. കൈരളിയിലാണത് സംപ്രേഷണം ചെയ്ത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു റിവേഴ്സ് ക്വിസ് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാൾ കൊണ്ടുവരുന്നത്. പലപ്പോഴും ക്വിസ് മാസ്റ്ററോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കട്ടയം പടം മടങ്ങി പോകും മിക്കവാറും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം ആരും ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി വെക്കാറും ഇല്ല. ക്വിസ് മാസ്റ്റർ ഇങ്ങനെ എന്നെ പോലൊക്കെ ഞെളിഞ്ഞ് നിൽക്കുക എന്നല്ലാതെ. അപ്പോൾ ഇത്
യഥാർത്ഥത്തിൽ ഒരു ആത്മഹത്യാ മുനമ്പിൽ നിന്നാണ് അശ്വമേധത്തിന്റെ വഴിയിലേക്ക് പ്രദീപ് യാത്ര തുടങ്ങുന്നത്. എന്തായിരുന്നു ആ സംഭവം? അത് ആ കാലഘട്ടത്തിൽ വിവാഹവും ജീവിതത്തിന്റെ ഭാരവും ഒക്കെ മുകളിലാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ കിട്ടുന്ന ശമ്പളം ഒന്നും കയ്യിൽ കിട്ടില്ല. കാരണം ഒരു സുഹൃത്തിന് ജാമ്യം നിന്നതുകൊണ്ട്, അയാൾ മുങ്ങിയതുകൊണ്ട് വലിയ തുകയായിരുന്നു അത്. അതുകൊണ്ട് ശമ്പളം മുഴുവൻ അങ്ങ് പോകും. അയാളുടെ ബാധ്യതയാണെങ്കിൽ എന്റെ ശമ്പളം മുഴുവൻ അങ്ങ് പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് വളരെ ആകസ്മികമായി തിരുവനന്തപുരത്ത് റെസ്റ്റോറന്റിൽ വെച്ച് ഒരു സുഹൃത്തുമായി ഞാനിങ്ങനെ അയാൾ വിചാരിച്ച കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല താടിയൊക്കെ വളർത്തിയ ഒരു മനുഷ്യൻ എന്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, ഞാൻ വിചാരിക്കുന്നത് കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചു. ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അയാൾ മിഖായൽ ഷെളോക്കോവിനെയും കുറിയടത്ത് താത്രിയൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചത്. ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ നമ്പറെല്ലാം ചോദിച്ചു വാങ്ങിച്ച് പോവുകയായിരുന്നു. ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ആകസ്മികമായി വന്ന ഒരു ടെലിഫോൺ കോളാണ് കൈരളിയിലേക്ക് എത്തണമെന്ന്. അല്ല, എന്തിനാണ് GS പ്രദീപിനെ പോലെ ധൈര്യശാലിയായ ഒരാൾ, എന്നുവെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ കടക്കാമെന്ന ആത്മവിശ്വാസമുള്ള ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെയാണല്ലോ താങ്കളെ കുറിച്ച് കരുതേണ്ടത്. അങ്ങനെ ഒരാൾ ഈ ആത്മഹത്യയുടെ അപകട വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് തീരുമാനിച്ചത്? ആത്മഹത്യയുടെ അപകട വഴിയിലൂടെ സഞ്ചരിക്കണം തീരുമാനിച്ചു. ആലോചിച്ചോ? ഇല്ല. എപ്പോഴെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് തോന്നി? സൂയിസൈഡ് അറ്റംപ്റ്റിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ആത്മഹത്യയില്ല സർ. ചെയ്യില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് ജീവിതം അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ജീവിതത്തോട് അത്രയും താല്പര്യവും സ്നേഹവും. അതായത് പിൽക്കാലത്തൊരു രോഗം വന്നിട്ട് മരണാകാരം വരെ എത്തിയ 8 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയിലും അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെടുകയും ആ രോഗം പൂർണ്ണമായി എന്നിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്തപ്പോൾ ലേക്ക് ഷോറിലെ അടക്കം ഒരു ഡോക്ടർ പറഞ്ഞത് അത് ജീവിക്കാനുള്ള വാഞ്ച കൊണ്ടുണ്ടാകുന്ന ശാരീരികമായ സ്വാഭാവിക വ്യതിയാനം കാരണമാണ് ഈ രോഗം ഇല്ലാതാകുന്നത്. എന്തായിരുന്നു ആ സുഖ പ്രദീപിന്റെ? പ്രേക്ഷകർക്ക് ഒരു സംശയം വരണ്ട. ഇനി അക്യൂട്ട് ലിവർ സിറോസിന്റെ മദ്യപാനം കൊണ്ട് തന്നെ വന്നതാണ്. തീർച്ചയായും ഒരുപാട് മദ്യപിച്ചു. എനിക്കൊന്ന് റേഞ്ച് കണക്കിന് ഷാപ്പ് കണക്കിന് മദ്യപിച്ചു ഇഷ്ടം പോലെ. തീർച്ചയായും പൂർണ്ണമായിട്ട് നിർത്തി. 8 വർഷമായി പൂർണ്ണമായി നിർത്തിയെന്ന് മാത്രമല്ല 10-26 ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നിർത്തിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഈ നിലവിൽ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച എനിക്ക് പരിചയമുള്ള ഒരു സഹോദരസ്ഥാനീയനായ ഒരു കൂട്ടുകാരനെ ഞാൻ അവിടെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടാക്കി. അവർ ഇന്നലെ വിളിച്ചിട്ട് ചേട്ടാ എനിക്കിപ്പോൾ ടെൻഡൻസി ഒന്നും ഇല്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഈ ലിവർ സിറോസിന്റെ മാസ്മരിക അവസ്ഥയിൽ കിടക്കുമ്പോൾ ഈ പ്രദീപിന് തന്റെ ഊഴം അവസാനിച്ചു എന്ന് തോന്നിയിരുന്നു? പിന്നെയും പ്രത്യാശ ഉണ്ടായിരുന്നു? ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഞാൻ ജീവനോടെയാണോ തിരികെ പോകുന്നത്. ഏത് ഡോക്ടറായിരുന്നു അത്? ഡോക്ടർ ഹരീഷ് കരീം. അന്ന് അദ്ദേഹം പറഞ്ഞു ഐ ഡോണ്ട് തിങ്ക് സോ എന്നാണ് പറഞ്ഞത്. ഐ ഡോണ്ട് തിങ്ക് സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അത്ഭുതകരമായ എന്താ പ്രദീപ് മനസ്സിൽ കരുതിയത്? കാര്യം ഒരു ഭിഷഗ്വരനാണ് പറയുന്നത്. എനിക്ക് ആ തോന്നലുണ്ടായില്ല. എന്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടെല്ലാം ഡോക്ടർമാർ പറഞ്ഞത് സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ്. പക്ഷെ അപ്പോൾ കണ്ണൂരിലെ എൻ്റെ ആത്മമിത്രമായ ഡോക്ടർ ഷാഹുൽ ഹമീദ്, എയറോസിസ് കോളേജിന്റെ ചെയർമാൻ, അദ്ദേഹം എന്നോട് അതിനു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗം ഞാൻ ഏറ്റിരുന്നു, പ്രതിഫലമൊക്കെ വാങ്ങിച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ പോകണമെന്ന് ആഗ്രഹം. അച്ഛൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് പോകണം. ഡോക്ടർമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു കട്ടിൽ ഇറങ്ങാൻ പാടില്ല, ആരും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഡോക്ടറോട് ചോദിച്ചു പോയില്ലെങ്കിൽ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. സാധ്യത കുറവാണ് എന്ന മറുപടി തന്നെയാണ്. അച്ഛൻ ഈ ബിനുവിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഒരു ഇന്നോവയിൽ ബെഡൊക്കെ കെട്ടി കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം യാത്ര ചെയ്ത് കണ്ണൂരിലെത്തി. 2 ദിവസം യാത്ര ചെയ്തിരുന്നു കാറ് വേദന കാരണം. കണ്ണൂരിലെത്തി ഞാൻ 1.25 മണിക്കൂർ പ്രസംഗിച്ചു. ഒരു കപട ഭിക്ഷുവായി ഒടുവിലൻ ജീവനെയും ഒരു നാൾ കവർന്നു പറന്നു പോകാൻ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്ക്. അതിനു മുൻപ് ഒന്നു ഞാൻ പാടട്ടെ, അതിലെന്റെ പ്രാണനുരുകട്ടെ, അതിലെന്റെ മണ്ണ് കുതിരട്ടെ പിളരട്ടെ, അതിനിടയിൽ ഞാൻ വീണുറങ്ങട്ടെ എന്ന് അവസാനിപ്പിച്ചു. തിരികെ വന്നു കഴിഞ്ഞപ്പോ നിംസിലായിരുന്നു, നമ്മുടെ MS ഫൈസൽ ഖാന്റെ ഹോസ്പിറ്റലായിരുന്നു. തിരികെ വന്നു കഴിഞ്ഞ് പതിവ് പരിശോധനകൾക്ക് നോക്കിയപ്പോൾ 800-900 ഒക്കെ ആയിരുന്ന SGOT-യും SGPT-യും ഒക്കെ 100-ലേക്ക് തിരികെ വന്നിരിക്കുന്നു. 8 നിന്ന് 10.8 കുതിച്ചു പോയിരുന്ന ബിലിറൂബിൻ 4 ലോട്ടോ 5 ലോട്ടോ ഒക്കെ വന്നിരിക്കുന്നു. അപ്പൊ പ്രതീക്ഷ വന്നു ഡോക്ടർമാർക്ക്. അവർ വീണ്ടും രക്തം പരിശോധിക്കുകയായിരുന്നു ശരിയാണോ റീഡിംഗ് എന്നറിയാൻ. അതൊരു ആകസ്മികതയാണ് സർ, അതൊരു അത്ഭുതകരമായ നിമിഷമാണ്. ലിവർ സിറോസിന്റെ 3rd സ്റ്റേജ് വരെ വന്ന ഒരാളിന് ബിലിറൂബിൻ അളവ് 3 എന്ന് പറയുന്നത് പിന്നീട് ഒരു സ്റ്റാൻഡേർഡ് അവസ്ഥയാണ്. എന്റെ ബിലിറൂബിന്റെ നിലവാരം ഇപ്പോൾ 0.8 ആണ്. എന്റെ SGOT-യും SGPT-യും 11-ഉം 10-ഉമാണ്. വളരെ സന്തോഷം. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? തീർച്ചയായും സർ. നമുക്കിനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 30,000 മോണിറ്റർ. ഇനി പറയുന്നവയിൽ പടവലത്തിന്റെ ഇംഗ്ലീഷ് പേര് എന്താണ്? ഓപ്ഷൻ എ ബിറ്റർ ഗോഡ്, ഓപ്ഷൻ ബി സ്നേക്ക് ഗോഡ്, ഓപ്ഷൻ സി ബോട്ടിൽ ഗോഡ്, ഓപ്ഷൻ ഡി റിഡ് ഗോഡ്, ഓപ്ഷൻ ഇ ആഷ് ഗോഡ്. സ്നേക്ക് ഗോഡിലോട്ട് പോവാ സർ. കാരണം പടവലങ്ങിക്ക് നാഗ സ്വഭാവമുണ്ട്. ചിലരൊക്കെ പറയും നമ്മുടെ വളർച്ച പടവലങ്ങ പോലെയാണ്. ഓപ്ഷൻ ബി പൂട്ടിയിരിക്കുന്നു. GS പ്രദീപ് ഓപ്ഷൻ ബി സ്നേക്ക് ഗോഡ് എന്ന് പറയുന്നു. ആ ഉത്തരം ശരിയായിരിക്കുമോ? ഉത്തരം ശരിയാവണം സർ. ഓപ്ഷൻ ബി നമ്മൾ തുറക്കുന്നു.
GS പ്രദീപ് വളരെ വേഗം ചെമ്പഴന്തിയിലേക്ക് മടങ്ങേണ്ടി വരുമോ? ചെമ്പഴന്തിയിലല്ല, തിരുമലയാണ്. ഇപ്പൊ തിരുമലയല്ലേ? ചെമ്പഴന്തിയിൽ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ചെമ്പഴന്തിയിൽ തുടങ്ങിയൊന്നും മോശമായിട്ടില്ല. അതെ. ഓപ്ഷൻ ബി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 30,000 രൂപയായി തിരുമല. അറിവിനെ കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ രചന മലയാളത്തിൽ നടത്തിയത് സത്യത്തിൽ അറിവ് എന്ന കവിതയിലൂടെ ശ്രീനാരായണ ഗുരുവാണ്. ചെമ്പഴന്തി ഇത് കാര്യം ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ചെമ്പഴന്തിയിൽ നിന്ന് പ്രദീപ് നമ്മൾ ആ കഥയിലേക്ക് വന്നില്ല. അതായത് അശ്വമേധം തുടങ്ങുന്നതിന് മുമ്പുള്ള സംഭവം. ആ താടി വളർത്തിയ മനുഷ്യൻ പോയി, പിന്നീട് 2 മാസം കളിച്ചു, അദ്ദേഹം പോയി. അത് കഴിഞ്ഞ് പ്രതിസന്ധികളുടെ മുന്നോട്ട് പാതയായിരുന്നു. പണമില്ല കയ്യിൽ, പണമില്ല, സാമ്പത്തിക പ്രശ്നം കടുത്തതായി, ക്ലേശങ്ങൾ കൂടി. വീട്ടു ചെലവിനൊക്കെ അത് എന്ന് പറഞ്ഞാൽ എന്റെ പശ്ചാത്തലം മോശമല്ല എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അച്ഛനും ഒക്കെ ഉണ്ട്. പക്ഷെ വീട്ടുകാരെ ആശ്രയിക്കാതെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. വിവാഹം കഴിഞ്ഞു, ഞാൻ ഭാര്യ, മകൾ, കുഞ്ഞുങ്ങൾ വേറെ താമസിക്കുക. അല്ല, ഞാൻ വീട്ടിലെ ചെലവിനൊക്കെ ഉള്ള പൈസ കിട്ടുന്നുണ്ടായിരുന്നു. വീട്ടിലെ ചെലവിനൊക്കെയുള്ള പൈസക്കൊക്കെ മാർഗം ഉണ്ടായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ട്. ആ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ക്യാരം കളിക്കും. ഞാൻ ക്യാരം എന്ന് പറയുന്ന കളിയുടെ സംസ്ഥാന പ്ലെയറാണ്, നാഷണൽ പ്ലെയറാണ്, കേരള ക്യാരം അസോസിയേഷന്റെ ചീഫ് പേട്രനുമാണ്, റാങ്ക്ഡ് പ്ലെയറാണ്. അപ്പൊ അന്ന് ഈ ക്ലബിൽ പോയി ഒന്ന് കളിക്കുമ്പോൾ അവിടെ വൈക്കോൽ ലോറികൾ വരും. ഈ ലോറികൾ ചുമക്കുക നമ്മുടെ CITUവിലെ കുട്ടികളാണ്. നമ്മുടെ കളിക്കുന്നവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. ഞാൻ ചുമക്കാനൊന്നും പോകണ്ട, അവർ തന്നെ ചുമന്നോളും. എന്നാലും അതിന്റെ കൂട്ടത്തിലൊക്കെ ഒന്ന് നിൽക്കുക, കണക്കെഴുതാനൊക്കെ അവരെ സഹായിക്കുക. എനിക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രതിഫലം കിട്ടും. അത് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അന്നും പ്രസംഗമുണ്ട് സർ. പ്രസംഗം പ്രതിഫലം വാങ്ങിക്കുന്നതാണ്. പ്രസംഗത്തിന് പ്രതിഫലം കാര്യമായി വാങ്ങിച്ചു തുടങ്ങിയ ഒരാളാണ് പ്രദീപ്. ഇന്നൊരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന പ്രസംഗങ്ങളിൽ ഒരാളാണ് ഞാൻ. സാധാരണ ഈ ബുക്ക് ചെയ്യാൻ വന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാറ് അല്ലേ? എനിക്ക് തോന്നുന്നു വെളിനാടുകളിൽ നമ്മുടെ ഈ പ്രഭാഷണത്തിൽ ഏറ്റവും നല്ല പണം വാങ്ങുന്ന ഒരാൾ ഡോക്ടർ ശശി തരൂരാണ്. അല്ല സാർ, ഒരു ഡാൻസറിന് നൃത്തത്തിന് പണം വാങ്ങാമെങ്കിൽ, ഒരു സിംഗറിന് പാടാൻ പണം വാങ്ങാമെങ്കിൽ, ഒരു പ്രസംഗ കലാകാരന് പ്രസംഗിക്കാൻ പണം വാങ്ങാം. പ്രസംഗം അങ്ങനെ ഒരു കലയാണ്, ഏറ്റവും വലിയ കലയാണ് സാർ, ഏറ്റവും വലിയ വാങ്ങേണ്ട കലയാണ്. തീർച്ചയായും എസ്പെഷ്യലി മോട്ടിവേഷണൽ സ്പീച്ചസ്. അല്ലെ, എന്നെ ഞാൻ പ്രതിഫലം വാങ്ങാതെ പ്രസംഗിക്കുന്ന 2 സ്ഥലങ്ങളിലേ ഉള്ളൂ. ഒന്ന് സർക്കാർ വിദ്യാലയങ്ങളിൽ, പൊതുവിദ്യാലയങ്ങളിൽ. മറ്റൊന്ന് ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ, ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ. അത് രണ്ടും ഒഴിച്ച് മറ്റെല്ലാ പ്രൊഫഷണൽ പരിപാടികളും. പ്രസംഗത്തിന് വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ പ്രദീപ്? സൗദി അറേബ്യയിൽ പോയി ഞാൻ സൗദി ഗസറ്റ് എന്നൊരു പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന ഒരാൾ, നമുക്ക് പരിചയമുള്ള ആളാണ്, എൻ്റെ ഓഫീസിലൊക്കെ വന്നിട്ടുണ്ട് കൊച്ചിയിൽ. അദ്ദേഹത്തോട് ഞാൻ ഈ സൗദി അറേബ്യയിൽ ഒരു ഇവന്റ് നടത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചു. മോഹൻലാലിനെയൊക്കെ വെച്ച് വലിയൊരു ഷോ നടത്തണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത് ട്രൈ ചെയ്യുന്നത്? അദ്ദേഹം വളരെ സീനിയറായ അവിടുത്തെ ഒരു പത്രപ്രവർത്തകനാണ്, ചീഫ് എഡിറ്റർ ലെവലിലുള്ള ആളാണ് അദ്ദേഹം. 2 പത്രത്തിന്റെ പ്രഭുവ, നമ്മുടെ ഇവിടെ നാട്ടിൽ മലയാള മനോരമ എന്നൊക്കെ പോലുള്ള പത്രത്തിന്റെ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഡോക്ടർ ശശി തരൂരിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ലെക്ചർ സീരീസ് നടത്തും. ഞാൻ ഇയാൾക്ക് എന്തോ അബദ്ധം പറ്റിയാന്ന് ഒന്നുകൂടെ നോക്കി. ഞാൻ ചോദിച്ചു, അതിനിവിടെ അറബികൾ കയറുമോ എന്ന് ചോദിച്ചു. അവരതിനെ കയറൂ, നിങ്ങൾ ഏത് ഫീയോ വെച്ചോളൂ, ഡോക്ടർ തരൂരിന്റെ പ്രസംഗത്തിന് ആളുണ്ടാവും. അന്നാ ഞാൻ തിരിച്ച് വണ്ടി കയറുമ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ ഒരു മലയാളിക്ക് അന്തർദേശീയ തലത്തിൽ പ്രസംഗവും പ്രഭാഷണവും കൊണ്ട് ആളുകൾ ഹൃദയത്തിൽ കയറി പറ്റാമെന്ന് ഡോക്ടർ തരൂർ തെളിയിക്കുന്നു. ചെറിയ കാര്യമല്ല. അപ്പൊ നമ്മൾ ബാക്ക് ടു നമ്മുടെ അശ്വമേധം തുടങ്ങുന്നതിലേക്ക്. നമ്മുടെ വൈക്കോൽ കുഞ്ഞിനെ നമുക്ക് അത്യാവശ്യം കാശ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഫോൺ വന്നു, കൈരളിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. കൈരളിയിലേക്ക് ചെന്നു. അവിടെ ശ്രീ KR മോഹനൻ, മുരളിച്ചേട്ടൻ, അന്തരിച്ചോയ മുരളിച്ചേട്ടൻ, സിദ്ധാർത്ഥ മേനോൻ, കൃഷ്ണകുമാർ, ഇങ്ങനെ കൃഷ്ണകുമാർ സർ, നമ്മുടെ അദ്ദേഹം ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഇനിഷ്യേറ്റീവ് എടുക്കുകയും അവരോടെല്ലാം ഇത് കളിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം മലയാളികളുടെ എക്കാലത്തെയും ഏറ്റവും വലിയ അഹങ്കാരം മാത്രമല്ല, പ്രതിഭ മാത്രമല്ല, ഒരാളിന്റെ ജീവിതവും വിശുദ്ധമാകണം, ഒരു അനുകരിക്കേണ്ട ഒരാളിന്റെ ജീവിതവും പ്രതിഭ പോലെ പ്രധാനപ്പെട്ടതാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു മലയാളി ഉണ്ടെങ്കിൽ അതാര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറയാൻ കഴിയുന്ന ആളാണ് മമ്മൂട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരുഷത്തിന്റെയൊക്കെ പ്രതീകമായ ശ്രീ മമ്മൂട്ടി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരാളുടെയൊക്കെ വിചാരിച്ചാൽ കണ്ടുപിടിക്കാമെന്ന് കേട്ടു. ഞാൻ വിചാരിക്കട്ടെ, കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചു. ശരിയെന്നായി. അദ്ദേഹം വിചാരിച്ചത് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിത് പരിപാടിയായി കളയാം, ടെലിവിഷൻ പ്രോഗ്രാം ഒക്കെയാണ്, കൈരളിയുടെ തുടക്ക സമയമാണ്, 1 വർഷം പൂർത്തിയായില്ല. അങ്ങനെ ആ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അന്ന് ആ പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ അന്ന് മുഖത്ത് ക്യാമറ വെച്ചവരിൽ, ഒപ്പം കത്രിക കൊണ്ട് രംഗങ്ങൾ എഡിറ്റ് ചെയ്തവരിൽ ചിലരൊക്കെ ഇപ്പോൾ ആ പയറ്റ് സാറിന്റെ ഈ പ്രോഗ്രാമിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. ശ്രീ പോൾ മൈക്കാവും രാജേഷ് കുമ്പളാംപൊയ്കയും ഒക്കെ അവരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഈ പ്രോഗ്രാമിന്റെ DOP ആണ് പോളേട്ടൻ. പോൾ മൈക്കാവ് എന്നാണ് അദ്ദേഹത്തിന്. പോൾ മൈക്കാവ്, ശ്രീ പോള് ആണ് അശ്വമേധത്തിന്റെ ഒരുപാട് ഓൺലൈൻ സ്വിച്ചിങ് നടത്തി 1000 എപ്പിസോഡ് രാജേഷ് എഡിറ്റ് ചെയ്തതാണ് സർ. ആണല്ലേ? ഓക്കെ, സല്യൂട്ട് രാജേഷ്. ഓക്കെ, അപ്പോൾ ലോകമറിയുന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാമായി അശ്വമേധം മാറി. മാത്രമല്ല, ഞാൻ ആ പ്രോഗ്രാമിൽ കണ്ടൊരു മഹത്വം അതിൻ്റെ ഒരു ഇന്നോവേഷനാണ്. നോർമലി ഒരു ക്വിസൊക്കെ ആണെങ്കിൽ മൈൻഡ്സ് എന്നുള്ളതാണ്, പക്ഷേ എന്നാൽ ഇത് റിവേഴ്സ് ക്വിസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ട്രേറ്റ് ക്വിസിലേക്ക് പോവാണ്. നമ്മളിനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. 40,000 മോണിറ്റർ.
അടുത്ത ചോദ്യം, ഇന്ത്യൻ കരസേനയുടെ ദക്ഷിണ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി ഊട്ടി, ഓപ്ഷൻ സി പൂനെ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം, ഓപ്ഷൻ ഇ ബംഗളൂരു. ഇന്ത്യൻ കരസേനയുടെ ദക്ഷിണ കമാൻഡ്. വേണമെങ്കിൽ നമുക്കൊരു പിടിവള്ളി എടുത്താലോ? പ്രദീപ്. സർ. കുട്ടേട്ടാ. യെസ് ബോസ്. ഒന്ന് സഹായിച്ചേ. തീർച്ചയായിട്ടും സഹായിക്കാം. 5 ഓപ്ഷൻസിൽ അത് 2 ഓപ്ഷനായി കുറയും. അതിൽ 1 ശരി ഉത്തരം. സി പൂനെ, ഡി തിരുവനന്തപുരം. ഐ ഗോ ഫോർ പൂനെ. കാരണം എന്ന് പറഞ്ഞാല് സത്തേൺ കമാൻഡ്, ഞാൻ പൂനെയിലേക്ക് ഉത്തരം പൂനെയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം തിരുവനന്തപുരം അല്ല എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രം പൂനെ ആക്കുന്നു. കാരണം പക്ഷേ ഈ ചോദ്യം എന്നെ ഭയങ്കരമായി കൺഫ്യൂസ് ചെയ്യുന്നു. കാരണം കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി അത് മാത്രമേ ദക്ഷിണ ഭാരതമായി ഔദ്യോഗികമായി കണക്കുകൂട്ടപ്പെടൂ. അതുകൊണ്ട് തന്നെ ദക്ഷിണ കമാൻഡിന്റെ ആസ്ഥാനം ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആകണമായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പൂനെയിലാണ് എന്നാണ് ഈ ഉത്തരങ്ങളിൽ നിന്ന് മനസ്സിലായി. സൗത്ത് വെസ്റ്റ് കമാൻഡ് ജയ്പൂരാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കണക്കൂട്ടാൻ പറ്റത്തില്ല. അല്ല, സൗത്ത് വെസ്റ്റ് ജയ്പൂർ വെസ്റ്റ് അല്ലേ? സൗത്ത് വെസ്റ്റ് ആണ്. ജയ്പൂർ വെസ്റ്റിന്റെ ഭാഗമല്ലേ? അപ്പൊ നമുക്ക് പൂനെ എന്തായാലും നമ്മൾ കൂട്ടുന്നു അല്ലേ? നല്ല ചോദ്യമാണ്. തിരുവനന്തപുരം അല്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ പൂനെയിലേക്ക് പോകുന്നു. ഓപ്ഷൻ സി പൂനെ. ഒരു നല്ല ചോദ്യമാണ് സർ. നല്ല ചോദ്യം. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻ സി പൂനെ ഉത്തരം ശരിയാണ്. ഓക്കെ, വെൽ ഡൺ. അതൊരു നല്ല ചോദ്യം. 40,000 rupees, 40,000 രൂപയുടെ ചോദ്യം. അപ്പൊ അശ്വമേധം തുടങ്ങി. കുട്ടിയുടെ താങ്ക് യു വെരി മച്ച്. അച്ഛൻ രക്ഷപ്പെട്ടു. അവൻ അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ് ശീലിക്കണം. കാരണം അറിയില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് എന്തറിയില്ല, എന്തുകൊണ്ടറിയില്ല, എങ്ങനെ അറിയാൻ കഴിയുമെന്ന് നമ്മളോട് ചോദിക്കുന്നത്. പ്രതിഭ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് വളരെ ഉയരങ്ങളിലേക്ക് പോയ ഒരു GS പ്രദീപാണ് ഒരു സമയത്ത് ആഴത്തിലേക്ക് പതിക്കുന്നത് കണ്ടത്. അവിടെ നിന്നും പ്രദീപ് വീണ്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയൊക്കെ കയറി വരുന്ന ചിത്രവും ഞാൻ കാണുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഈ പതനത്തിന്റെ ആഴം നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിന്റെ അഹങ്കാര ബുദ്ധി ഉപേക്ഷിക്കുന്നു, നമ്മളിൽ ഈഗോ അവസാനിക്കുന്നു. അപ്പം അങ്ങനെ ഈ GS പ്രദീപ് ജീവിതത്തെ നോക്കി കാണുമ്പോൾ, പ്രത്യേകിച്ച് എനിക്കൊന്ന് GS പ്രദീപ് ഈ രംഗത്ത് ഒരു 10-25 കൊല്ലം കടന്നിരിക്കുന്നു അല്ലേ? 25 years കടന്നില്ലേ? കൂടുതലായി സർ. അല്ലെ, ഞാൻ പ്രായമല്ല, ഈ മാധ്യമങ്ങളിലും ടെലിവിഷനിലും 87 ദൂരദർശനിൽ തുടങ്ങിയതാണ്. 15ാമത്തെ വയസ്സിൽ തുടങ്ങി. 36-37 വർഷമായി. അപ്പോ GS പ്രദീപ് എന്ത് പറയും തിരിഞ്ഞു നോക്കുമ്പോൾ? പ്രദീപ് പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളുടെ പതനത്തിന് നമ്മൾ തന്നെ കാരണക്കാരാകുന്നു അല്ലെ, മറ്റുള്ള ആരും പ്രവർത്തിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞ വാചകമല്ല. സത്യത്തിൽ ഞാൻ സംവിധാനം ചെയ്ത സിനിമയുടെ സ്വിച്ച് ഓൺ പ്രക്രിയയ്ക്ക് ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആണ് സ്വിച്ച് ഓൺ ചെയ്തത്. അന്ന് അദ്ദേഹം വളരെ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ അവിടെ പ്രസംഗിച്ചു. എഴുതി വെച്ച പ്രസംഗമൊന്നുമല്ല. ആ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, പ്രദീപിന് ഒരു വീഴ്ചയുണ്ടായി, ഇപ്പോൾ 2ാം ജന്മമാണ് പ്രദീപിന്റെ. പക്ഷെ പ്രദീപ് മനസ്സിലാക്കേണ്ടത്, ആരും നമ്മളെ തോൽപ്പിക്കാനില്ല, നമ്മൾ സ്വയം തോൽക്കുന്നതാണ് എന്ന് തിരിച്ചറിയണം. അവനവൻ വിചാരിച്ചാലാണ് അവനവന്റെ നാശം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതാണ് ഞാനിപ്പോ ആദ്യം പറഞ്ഞത്. അത് വളരെ അർത്ഥവത്തായ ഒരു ഉപദേശമാണ്. മത്സരിക്കേണ്ടത് അവനവനോട് തന്നെയാണ് ജീവിതത്തിൽ എന്നുള്ളതാണ് സർ വീഴ്ചകളിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം. അവനവനോട് മത്സരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും നിർമ്മമമായി നമ്മൾ ഈ 2 ഫ്രെയിമുകളിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയുന്നത്. അടഞ്ഞ കണ്ണുകൊണ്ട്, അതായത് ഒരു പകുതി ഗ്ലാസ്സിലെ വെള്ളം കാണുമ്പോൾ അത് പകുതി നിറഞ്ഞതാണെന്നും പകുതി ഒഴിഞ്ഞതാണെന്നും പറയാം. എല്ലാ സമയത്തും അത് പകുതി നിറഞ്ഞതാണ് എന്ന പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടി തന്നെ ജീവിതത്തെ നോക്കിക്കാണണം എന്നാണ് ഞാൻ പഠിച്ച ആദ്യത്തെ പാഠം. പിന്നെ ഈ ലഭിക്കുന്നതെല്ലാം നമ്മുടെ മാത്രം കഴിവുകൾ കൊണ്ടോ മികവുകൾ കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് കിട്ടുന്നത് എന്ത് നേട്ടമായാലും, എന്ത് സോക്കാൾ സാർ പറഞ്ഞ ഔന്നത്യമായാലും, എന്ത് പദവിയായാലും അത് നമ്മളോടൊപ്പം തന്നെ നമ്മളെ പിന്തുണയ്ക്കാനും, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും, നമ്മുടെ വളർച്ചയിൽ ആഹ്ലാദിക്കാനും ഒക്കെ കാരണക്കാരായ ഒരുപാട് പേരുടെ കൂടി നെടുവീർപ്പുകളുടെയും ഇഷ്ടത്തിൻ്റെയും ഒക്കെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു മീഡിയം മാത്രമാണ്, നിദാനം മാത്രമാണ്. മറ്റൊരുപാട് പേരുടെ അധ്വാനവും സ്നേഹവായ്പും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന അംഗീകാരം. ഒരു ടെലിവിഷൻ ഷോയിൽ എന്നെ ലോകം ആദരിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ അതിൽ ക്യാമറ ചലിപ്പിക്കുന്നയാൾ മുതൽ ചായം പുരട്ടുന്നയാൾ മുതൽ ചായ തരുന്ന ആൾ മുതൽ എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഭാഗമാണ്. അതൊക്കെ ചില അളവുകളിലെങ്കിലും ജീവിതത്തിന്റെ അത്തരം വളർച്ചയിൽ പൊടുന്നനെ സെലിബ്രിറ്റിനെസ്സിലേക്ക് വരുന്ന ഒരാളിന് ഉണ്ടാകാവുന്നത് പോലെ അവനവന്റെ പ്രതിഭയാണ് പ്രധാനം, അല്ലെങ്കിൽ അത് മാത്രമാണ് എന്നൊക്കെയുള്ള ധാരണകളാകാം എന്റെ വീഴ്ചകൾക്ക് കാരണം. ഒരുപക്ഷെ പ്രദീപിനെ ഒരു ക്വിസ് മാസ്റ്റർ എന്ന നിലയിൽ പ്രദീപിന് പ്രതീക്ഷിതനേക്കാളും പ്രശസ്തി, ഖ്യാതി ഈ കേരളത്തിനും പുറത്തും പ്രദീപിന് കിട്ടി. അപ്പൊ ആ പ്രശസ്തിയോട് പൊരുത്തപ്പെടാൻ പറ്റാതെ പോയതാണോ? തീർച്ചയായും ഒരു ഓവർനൈറ്റ് സെലിബ്രിറ്റിനെസിന്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് പ്രദീപ്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അക്യൂട്ട് ലിവർ സിറോസിസ് വന്നു, ജീവിതത്തിന്റെ അങ്ങേയറ്റം വരെ കണ്ടു,
പതനത്തിന്റെ ഇനി ഏറ്റവും അതിന്റെ അടിവേര് തോണ്ടി കണ്ടു അല്ലേ? അപ്പോൾ അങ്ങനെ അത്രയും കണ്ടതിന് ശേഷം പ്രദീപ് അത്ഭുതാപകമായ ഒരു തിരിച്ചുവരവ് നടത്തുന്നു, മദ്യപാനം ഉപേക്ഷിക്കുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ തിരിച്ചുവരവിന് തീരുമാനം? സർ, NDE, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഡോക്ടർമാർ രക്ഷയില്ല എന്ന് എഴുതി കഴിഞ്ഞ അവസ്ഥ. ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് താണ്ടിയ ഏത് മനുഷ്യനെയും സാറ് സമീപിച്ചു നോക്കൂ, ആ മനുഷ്യന് അതികഠിനമായ ആത്മപ്രകാശവും ധൈര്യവും പരസ്നേഹവും ഉണ്ടാകും. കാരണം അതിൽ കൂടുതലൊന്നും ജീവിതത്തിൽ സംഭവിക്കാനില്ല എന്ന തിരിച്ചറിവ് അയാളെ ഏറെക്കുറെയൊക്കെ മരണത്തെ പ്രതി ഭയപ്പെട്ടിട്ടുണ്ടോ? ആശുപത്രി കിടന്ന കാലത്ത് മരണത്തെ ഭയപ്പെട്ടിട്ടുണ്ടോ എന്നതല്ല, ജീവിതത്തെ സ്നേഹിക്കുകയായിരുന്നു ഒരുപാട് എന്നുള്ളതാണ്. ജീവിതം നദിയായി തോന്നി. തീർച്ചയായും എന്റെ ഒരുപാട് വർഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ ജീവിതം ശരിയായ രീതിയിലല്ലാതെ ജീവിച്ച് എന്ന തോന്നലുണ്ടായിരുന്നു. ഒരു കടുത്ത ഇച്ഛാഭംഗം ആ കാലത്തുണ്ടായിരുന്നു. ഡിപ്രഷൻ ഉണ്ടായി. ഈ ഡിപ്രഷൻ കാലം കുറെ നീണ്ടു നിന്നോ പ്രദീപിന്? ഇല്ല, കുറച്ചു കാലം മാത്രമേ നിന്നുള്ളൂ. വിട്രോയൽ സിംറ്റവും ഡിപ്രഷനും ഒന്നും നീണ്ടു നിന്നിട്ടില്ല. ഈ തിരിച്ചുവരവ് എങ്ങനെയായിരുന്നു? ഞാൻ ആശുപത്രിയിൽ കിടന്നതിന് ശേഷം ഞാൻ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത് ഫ്ലവേഴ്സ് ടിവിയിലെ ഒരു ടോക്ക് ഷോയിലാണ്. സാർ അന്ന് വിളിച്ച ഒരു ടോക്ക് ഷോയിൽ അന്ന് ഞാൻ എന്നെ കണ്ട് സാർ ആദ്യം ഇങ്ങനെ ഒന്ന് ഏങ്ങുന്നത് എന്റെ കൺമുമ്പിൽ എനിക്ക് കാണാമായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് ദുഃഖം തോന്നി. കാരണം അന്ന് ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതിനേക്കാൾ ദുഃഖം തോന്നി. അന്ന് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അശ്വമേധത്തിന്റെ പ്രൊഡ്യൂസറായിരുന്ന സന്തോഷ് പാലി എന്ന് ഖത്തറിൽ ഇരുന്നുകൊണ്ട് സന്തോഷ് പാലി എന്നെ ഫോൺ ചെയ്തിട്ട് അയാൾക്ക് വല്ലാത്ത വേദന തോന്നി. കാരണം ഞാൻ ഈ രോഗം വന്ന് ബാധിച്ചു കഴിഞ്ഞപ്പോൾ കവിളെല്ലാം കുഴിഞ്ഞ അസ്ഥിമാത്ര ശേഷനായി മാറി. ആ രോഗം അങ്ങനെയാണ്. പിന്നീട് രക്ഷപ്പെട്ടാലും രൂപം മാറ്റം പഴയതുപോലെ ഉണ്ടാവില്ല. എന്നെ പോലെ അപൂർവം ചില ഭാഗ്യവാന്മാരിൽ ഒഴിച്ചു. ആ തിരിച്ചറിവ് നമ്മളെ കാണുമ്പോൾ ആളുകൾ അയ്യോ എന്ന് ഏങ്ങുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ സർ. ആ തിരിച്ചറിവ് ജീവിതത്തിൽ നമുക്ക് ഒരു ഉൾക്കരുത്തുണ്ടാക്കും സർ. മുന്നോട്ട് പോകാൻ, മുന്നോട്ട് പദം വയ്ക്കാൻ ഒരു കരുത്തുണ്ടാകും. ഈ കാലത്ത് കുടുംബത്തിന്റെ ഭാര്യയുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അപ്പോൾ ഈ പ്രദീപിനെ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒറ്റയ്ക്കുണ്ടാക്കുന്ന വിനാശമാണെങ്കിലും അതിൻ്റെ പ്രത്യക്ഷമായ ഇര എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യയും കുട്ടികളും തന്നെയായിരിക്കും. അവരുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? അപ്പോൾ അവരും അതെങ്ങനെ കരകയറി? ഞാൻ ആശുപത്രിയിൽ എത്ര ദിവസം കിടന്നു ആശുപത്രിയിൽ പ്രദീപ്? ആശുപത്രിയിൽ 1 മാസത്തോളം കിടന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്ന് 1 മാസത്തോളം കിടക്കേണ്ടി വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ മകൾ +2 പരീക്ഷ എഴുതുകയായിരുന്നു. എനിക്ക് രാത്രി ഉറക്കമില്ല. കാരണം ഉറക്കമൊന്നും ഇല്ല. ഉറക്കമില്ലാതെ ബിനു അടുത്തുണ്ട്, ശരീരമൊക്കെ തടവി കൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഉറക്കമില്ലാതെ ഇരിക്കുമ്പോൾ രാത്രി ഇങ്ങനെ വായ്ക്കകത്ത് നിന്ന് സ്വയം രക്തം ഊറുന്നതായി എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ തുപ്പിക്കളയുമ്പോൾ ചോരയാണ് മുഴുവൻ. പ്രഭാതം വരെ എങ്ങനെ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ മകൾ ഞാൻ ഉണർന്നിരുന്ന് രക്തം തുപ്പുമ്പോൾ അവളുടെ +2 പരീക്ഷയ്ക്ക് ആ ടെറസിലിരുന്ന് ഉണർന്നിരുന്ന് പഠിക്കുകയായിരുന്നു. ഞാൻ അവളുടെ പഠനത്തെക്കുറിച്ചൊന്നും അന്ന് അറിഞ്ഞിരുന്നില്ല. 1200 മാർക്ക് വാങ്ങിയാണ് അവൾ +2 പാസ്സായത്. വളരെ കഠിനമായ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു അവളുടെ മകൻ സ്കൂളിലാണ്. അപ്പോൾ സ്വാഭാവികമായും അച്ഛൻ മരണാസന്നനാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തി, വീടും ഒക്കെ നഷ്ടപ്പെടുത്തി, ഒപ്പം ആളും മരിക്കുന്നു എന്നൊക്കെ പറയുന്നൊരവസ്ഥ. അത് താങ്ങാൻ കുട്ടികൾക്ക് കഴിയുക എന്നത് വലിയൊരു സങ്കടമാണ്. ഭാര്യയ്ക്ക് അത് താങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു വേദന. എങ്ങനെ ഇതിനോട് പ്രതികരിച്ചത്? എനിക്ക് തോന്നുന്നു അവൾക്ക് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ പോലെ തന്നെ അതൊക്കെ താണ്ടും അതൊക്കെ ഞാൻ ചാടിക്കടക്കും എന്നുള്ള പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. കാരണം ജീവിതത്തിന്റെ ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുന്ന പ്രാരംഭ ദിശകളിൽ വെല്ലുവിളികൾ ഉണ്ടായപ്പോൾ അശ്വമേധത്തിലൂടെ ആ വെല്ലുവിളികളെ അതിജീവിച്ച് കടന്നു വന്നാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ വെല്ലുവിളികളൊക്കെ അതിജീവിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസം എന്നിലുണ്ടായിരുന്ന ആത്മവിശ്വാസം അവളിലും കുറെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ പറയൂ. എല്ലാം ഈശ്വരനാണല്ലോ സാർ. ഈശ്വരനിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അല്ല, ബിന്ദു തകർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ GS പ്രദീപിനെ വളരെ എല്ലാ അർത്ഥത്തിലും അടുത്തറിഞ്ഞ ഭാര്യയാണ്. പ്രതിഭയും ഇല്ലായ്മയും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസവുമുണ്ട്, സ്വഭാവത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ കരകയറി വരും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അല്ല, ഈ നമ്മളിപ്പോൾ ഭർത്താവ് മദ്യത്തിൽ അഡിക്റ്റ് ആവുന്നു, ലിവർ സിറോസിസിലേക്ക് പോകുന്നു, അദ്ദേഹത്തിന് മരണം അടുത്ത് വന്ന് നിഴൽ പോലെ സഞ്ചരിക്കുന്നു. ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം തകർന്നു പോകുന്ന എപ്പോഴും ഭാര്യയായിരിക്കും, ഏത് വീട്ടിലായാലും. അപ്പോൾ ഈ താങ്കളുടെ അപ്പോഴത്തെ ഒരു വിശ്വാസം എന്തായിരുന്നു? ഇന്നല്ലെങ്കിൽ നാളെ ഇദ്ദേഹം ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും, ഉറപ്പായിട്ട് വരും തന്നെയായിരുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ 8 കൊല്ലമായി വളരെ സമാധാനത്തിലാണ്. അതെ, വളരെ സമാധാനത്തിൽ അല്ലേ? അപ്പൊ ഇപ്പോ വളരെ സന്തോഷമായി ജീവിക്കുന്നു. അതെ, പഴയ കാലത്തെ കുറിച്ച് ഓർക്കാതെ. ഞാനിത് ഓർപ്പിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ ഇപ്പോഴും ജീവിതത്തിൽ പോകുന്ന ആളുകൾക്ക് ഇത് രക്ഷപ്പെടാനുള്ള ഒരു പൊങ്ങുതടിയായി. തീർച്ചയായും. ഓക്കെ, താങ്ക് യു ബിന്ദു പ്രദീപ്. അപ്പൊ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് എന്റെ അഭിപ്രായം ഒന്ന്, സാറിന്റെ അഭിപ്രായം മറ്റൊന്നാകാം. പക്ഷെ സാറിന്റെ അഭിപ്രായത്തിനെ ഞാൻ ഖണ്ഡിക്കുമ്പോഴും സാറിന്റെ അഭിപ്രായം കാത്തു സൂക്ഷിക്കാനുള്ള സാറിന്റെ സ്വാതന്ത്ര്യ അവകാശം ഉണ്ടല്ലോ, അത് സംരക്ഷിക്കാൻ ഞാൻ അങ്ങേയറ്റം യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ അവളുടെ അഭിപ്രായമാണ് അവൾ പറഞ്ഞത്. അവളെല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്നവളാണ്. കാരണം അവൾ വളരെ ഭക്തയായ ഒരുപാട് വ്രതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്.
ഞാൻ മനുഷ്യനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നോവുകയും വേവുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മുതുകിൽ എൻ്റെ കൈ അമർന്നിട്ടുണ്ട് എങ്കിൽ അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മരണത്തിന്റെ ഘട്ടത്തിൽ തിരിച്ചു വരുമെന്ന എൻ്റെ പ്രതീക്ഷ നൽകിയതും പുറത്തൊരുപാട് ഈ പറഞ്ഞ സോകോൾ ധാർഷ്ട്യത്തിന്റെ എലിമെന്റുകൾ പലർക്കും തോന്നിയിട്ടുണ്ട് എങ്കിൽ പോലും ഉള്ളുകൊണ്ട് എന്നെ അറിയാവുന്ന എല്ലാവർക്കും ഞാൻ വളരെ ഹൃദയത്തിൽ ഒന്നും ഒളിച്ചു വെക്കാത്ത ഒരാളാണ് എന്നറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനുഷ്യരിൽ കൂടുതൽ വിശ്വസിക്കുന്നു. ഓക്കെ പ്രദീപ്, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഒരു ചോദ്യം കൂടി വരുന്നു. 50,000 രൂപയുടെ ചോദ്യം. അത് ഇവിടെയല്ല, ലെവൽ മാറുന്നു. അപ്പോൾ ഇത് ഒരു ലെവലൊന്നും വരും. പ്രദീപ് വേണേ ഒന്ന് പിടിച്ചോളൂ. പ്രിപ്പയർ ഫോർ എ ഷോക്ക്. ഓക്കെ കുട്ടേട്ടാ, ലെവൽ 2. പ്രദീപ്, എനിക്ക് തോന്നുന്നു പ്രദീപ് ഇപ്പൊ താമസിക്കുന്ന വീട്ടിലാണോ എന്നറിയില്ല, ഈ ഫ്ലവേഴ്സ് ഒരു കൂടി സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചക്കാരനുണ്ട്. ഉണ്ട് സർ. ആരാണത്? അദ്ദേഹത്തിന്റെ പേര് നീലകണ്ഠൻ നായർ എന്നാണ്. വൈഫിന്റെ മിനിയുടെ അച്ഛനാണ്. ഓക്കെ. അല്ല, താങ്കൾക്ക് 2 പേരുണ്ടോ? മിനിയുണ്ട്, ബിന്ദു. മിനി വീട്ടില്. അതെ. ഓക്കെ, മിനി എന്ന് വിളിക്കാം. വീട്ടിൽ വിളിക്കുന്ന പേര് വിളിക്കുമ്പോഴേ നമുക്കൊരു സുഖം. അച്ഛനാണോ ഇരുന്ന് കൃത്യമായിട്ട് ഇത് കാണുന്നത്? അതെ, അച്ഛനാണ് എന്നും കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് വലിയ അലോസരമാകും. എല്ലാ ദിവസവും അച്ഛൻ ഇത്രയും ദൈർഘ്യത്തിൽ ഒരു പരിപാടി ഇങ്ങനെ കണ്ടു. അച്ഛൻ നമ്മളെ സംസാരിക്കാൻ പോലും സമ്മതിക്കൂല. ആ സമയത്ത് ആരും സംസാരിക്കാൻ പാടില്ല. ഓക്കെ, അച്ഛനൊരു സല്യൂട്ട്. അല്ല, അച്ഛൻ ഇനി ആരെയും സംസാരിപ്പിക്കരുത്. അതല്ലെന്നേ, അശ്വമേധം പണ്ട് ടെലികാസ്റ്റ് ചെയ്യുമ്പോ വളരെ ആവേശത്തോടെ ഇവരിരുന്ന് കാണുമ്പോ അച്ഛൻ അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ അച്ഛൻ ഒന്ന് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ തന്നെ ചെയ്ത പരിപാടിയല്ലേ, ഇതൊക്കെ കാണാൻ തോന്നിരിക്കണം എന്ന് പറയും. ഇപ്പോ അച്ഛൻ താഴത്തെ ഡൈനിങ് റൂമിലെ ടിവിയിലാണ് ഇരുന്ന് കാണുന്നത്. ഇപ്പൊ വീട്ടിൽ മുറികൾക്കകത്തൊക്കെ ടി വി ഉള്ള കാലമാണല്ലോ. അപ്പൊ ഞങ്ങൾ താഴെ ആ സമയത്ത് ആഹാരം കഴിക്കാനെങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എന്തെങ്കിലും ഒന്നും മിണ്ടിയാൽ അവരവരുടെ മുറികളിൽ പോയിരുന്ന് ആഹാരം കഴിക്കുക, ടി വി ആണെങ്കിൽ ചെയ്തുകൂടെ? എന്തിനാണ് ബാക്കിയുള്ളവർ ശല്യപ്പെടുത്തുന്നത്? ഞാൻ നിങ്ങളാരും ഉപദ്രവിക്കുന്നില്ലല്ലോ. ഞാൻ ആകെപ്പാടെ ഈ ഒരൊറ്റ മണിക്കൂറാണ് ഞാൻ ഈ പരിപാടി ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതൊന്ന് കണ്ടോട്ടെ ഞാൻ. അപ്പൊ അച്ഛനൊരു നന്ദി. ഓക്കെ, അച്ഛൻ കൃത്യമായിട്ട് കാണണം, ആരെയും സംസാരിക്കാൻ അനുവദിക്കരുത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1,00,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, 1,00,000 രൂപയുടെ ചോദ്യമാണ്. ഏത് രാജ്യത്താണ് കെന്നഡി ബഹിരാകാശ കേന്ദ്രം? കെന്നഡി സ്പേസ് സെന്റർ ഏത് രാജ്യത്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ഉക്രൈൻ, ഓപ്ഷൻ ഡി അമേരിക്ക, ഓപ്ഷൻ ഇ ഇംഗ്ലണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. കൂട്ടാമല്ലോ. ഓപ്ഷൻ ഡി, കൽപ്പന ചൗള പറന്നുയർന്ന അതേ ബഹിരാകാശ കേന്ദ്രമാണ്. അതെ സർ, അമേരിക്ക. ഉത്തരം ശരിയാണ്. പ്രദീപ്, ഇപ്പോൾ 1,00,000 രൂപ കയ്യിലായി. 50,000 തിരുമലയ്ക്ക്. കുട്ടേട്ടാ പറയൂ. പ്രദീപ്, താങ്കൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയ ഒരു കഥയുണ്ടല്ലോ, GS പ്രദീപ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു രസകരമായ ഒരു കഥയുണ്ടല്ലോ. തിരുവനന്തപുരത്തുകാരനാണോ? അതെ. ആണോ? കുട്ടേട്ടനെ കൊടുത്ത് സോഫ്റ്റ്വെയറിൽ ഓടിയിരിക്കുന്ന ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ നിന്നാണ്. അങ്ങനെ ഒരു കഥ. അതൊരു പണിയാണല്ലോ. അതെന്തായിരുന്നു പ്രദീപ്? ഞാൻ അറിയാത്തൊരു കഥ. അത് സാർ, നമ്മുടെ ആകാശവാണി പരിപാടി നടക്കുന്ന കാലത്താ ഞാനിന്ന് ചെമ്പഴന്തി SN കോളേജില് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സജീവ പ്രവർത്തകനും യൂണിയൻ ഭാരവാഹിയൊക്കെയാണ്. കലാലയ രാഷ്ട്രീയത്തിൽ സംഘർഷങ്ങൾ പതിവാണല്ലോ. അന്ന് തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു കലാലയമാകട്ടെ ഒരു എതിർ സംഘടനയുടെ ആധിക്യം കാരണം കേശവദാസപുരത്തുള്ള MG കോളേജിലൊക്കെ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. സംഘർഷ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കേശവദാസപുരം വഴിയുള്ള ബസ്സിലാണ് ഞങ്ങൾ ശ്രീകാര്യത്ത് പോകാറുള്ളത്. മെഡിക്കൽ കോളേജ് വഴിയുള്ള ബസ്സിൽ പോകാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം മെഡിക്കൽ കോളേജ് വഴിയുള്ള ബസ്സിൽ പോയപ്പോൾ ഉള്ളൂരിലെ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കാവടിയോ മറ്റോ ആയി റോഡ് ബ്ലോക്കായി. സമയം തെറ്റിയ ബസ്സാണ്. അപ്പോൾ കൂടുതൽ കോളേജിലെ സുഹൃത്തുക്കളോ ഒന്നുമില്ല. മുൻ സീറ്റിലാണ് ഇരിക്കുന്നത്. ഡ്രൈവറുടെ തൊട്ട് പിറകുള്ള സീറ്റിലാണ് ഇരിക്കാറുള്ളത്. എന്റെ 2 വശങ്ങളിൽ 2 പേർ വെള്ള ഷർട്ടും വെള്ള ഉടുപ്പും ഒക്കെ ഇട്ട് വന്നിരുന്നു. അവരുടെ മുഖത്ത് കുറിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിരിക്കുമ്പോൾ നമുക്കൊരു ജാഗ്രത ഉണ്ടാവും. ഇവർ 2 പേരും പരസ്പരം മുഖത്ത് നോക്കുന്നുണ്ട്. കണ്ണുകൾ ഇടയുന്നു. എന്നെ നോക്കുന്നു. 2 പേരുടെയും കണ്ണുകൾ ഇടയുന്നു. എന്നോട് ചോദിച്ചു, GS പ്രദീപ് അല്ലേ എന്ന് ചോദിച്ചു. അതേ എന്ന് മറുപടി പറയാനൊന്നും അവസരം കൊടുത്തില്ല. കുനിഞ്ഞു. അന്ന് സാറിന് അറിയാലോ, എപ്പോഴും ഒരു തുണി സഞ്ചി ഉണ്ടാകാറുണ്ട്. ആ തുണി സഞ്ചി കുനിഞ്ഞെടുത്തു. ഒരൊറ്റ ഓട്ടം ബസിന്റെ ഫ്രണ്ട് ഡോർ തുറന്നിറങ്ങി ഞാൻ ഉള്ളൂർ വഴി ആക്കുളം വഴി ശ്രീകാര്യം വരെ ഓടി. ആത്മരക്ഷാർത്ഥം ഓടി. അതൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ഓടി അവിടെ ചെന്നു. സംഘടനാപരമായി ബന്ധപ്പെട്ടു. കാര്യങ്ങളൊക്കെ അറിയിച്ചു. കോളേജിൽ ചെന്നു. അവിടെ പ്രതിഷേധ പ്രകടനം ഞങ്ങൾ നടത്തി. അത്യാവശ്യം എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച എതിർ സംഘടനയുടെ പ്രതിനിധികളെ കോളേജിലെ ക്ലാസ്സുകൾ തല്ലുകൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവരൊക്കെ ആശുപത്രിയിലൊക്കെ ആയി കുറച്ചു കാലം. 1 വർഷം കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പാളയത്ത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലമായ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ അവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഇതേ 2 ആളുകൾ വരികയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അടുത്തുണ്ട്. ഈ 2 പേര് വരികയാണ്, വെള്ളയൊക്കെ ധരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരെ പണ്ടിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ധൈര്യമായിട്ടിരിക്കും, നമ്മുടെ സ്ഥലത്തല്ലേ. അവർ വന്നു. പഴയ അതേ ചോദ്യം, GS പ്രദീപ് അല്ലേ? ഞാൻ പറഞ്ഞാ അതെ, ഞങ്ങൾ MG കോളേജിലാണ് പഠിച്ചിരുന്നത്. നമ്മൾ അറിയാം. അടുത്ത നിമിഷം അടിയാണ്. അപ്പോഴാണ് ആളുകൾ പറയുന്നത്, ഞങ്ങൾ മലയാള വേദി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് കോളേജിൽ.
അതിൽ നിങ്ങളുടെ റേഡിയോയിൽ ഒരു നിമിഷം പരിപാടി അവതരിപ്പിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി എസ് എൻ കോളേജിൽ വന്ന് നിങ്ങളെ വിളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ കോളേജിലോട്ട് വന്നത്. പക്ഷെ ബസ്സിൽ വെച്ച് കണ്ടപ്പോൾ അപ്പം തന്നെ ചോദിക്കാമല്ലോ എന്ന് കരുതി പ്രദീപ് അല്ലേ എന്ന് ചോദിച്ചത് നിങ്ങൾ ഓടിക്കളഞ്ഞു. 8 പേര് സാർ ആശുപത്രി കിടന്നത്. ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന എതിർസംഘടനക്കാരെ ആക്കാ സംഭവം 8 പേര് ആശുപത്രി. നമ്മളെ ഇതിന് വിളിക്കാൻ വന്നവരായിരുന്നു അവരല്ലേ? അതെ അതെ. ഓക്കെ, അത് നന്നായി. എന്തായാലും GS പ്രദീപ്, അശ്വമേധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അശ്വമേധം റിവേഴ്സ് ക്വിസ് സാധാരണ ലോകത്ത് പതിവുള്ള ഒരു സംഭവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വിസ് മാസ്റ്ററോട് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ സ്ട്രക്ചർ പൊളിഞ്ഞു പോകും. മലയാളത്തിൽ മാത്രമല്ല സാർ, തമിഴിലും തെലുങ്കിലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിവേഴ്സ് ക്വിസ് എന്നുള്ള ഒരു സങ്കല്പം? ഇതൊരു അനാലിറ്റിക്കൽ ഡിഡക്ഷൻ ആണ്. അശ്വമേധം എന്ന് പറയുന്ന റിവേഴ്സ് ക്വിസ് സത്യത്തിൽ അറിവിന്റെ ഒരു ആഴവളക്കലല്ല പ്രധാനമായും, മറിച്ച് അറിവുണ്ട്, തീർച്ചയായും അറിവിന്റെ പരിഗണന വളരെ വലുതാണ്. ഓർമ്മശക്തിയും റേഞ്ച് എങ്ങനെയാണ്? അനാലിറ്റിക്കൽ ഡിഡക്ഷനുമാണ്. ഓർമ്മശക്തിയോടൊപ്പം അനാലിറ്റിക്കൽ ഡിഡക്ഷൻ കൂടിയാണ്. അനാലിറ്റിക്കൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കോടിക്കണക്കിന് പ്രശസ്തരുണ്ട്. എനിക്കറിയാവുന്ന 1-2 കോടി കാണും. അറിഞ്ഞൂടാത്ത 35 കോടി 36 കോടി ആളുകൾ കാണും. ഈ അറിയാവുന്ന കോടിക്കണക്കിന് ആളുകൾ ഒരാളായിക്കോട്ടെ, ആ ആളുടെ സാർ അങ്ങ് വിചാരിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് മദൻലാൽ ഡിംഗ്രയുടെ പേര് മനസ്സിൽ വിചാരിക്കുന്നു എന്ന് കരുതുക. അത് ചോദിച്ച് ഇന്ത്യനാണോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ച് അതിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ സാർ, അത് കൗശലത്തിൻ്റെതായ ഒരു ബുദ്ധിപരമായ ഒരു ഗെയിമാണ് അത്. പക്ഷേ അതിനോടൊപ്പം 4 Rകൾ, റവല്യൂഷൻ ഓഫ് റീഡിംഗ് ആൻഡ് റിനൈസൻസ് ഓഫ് റിമംബറൻസ്, ഓർമ്മയുടെ നവോത്ഥാനം, വായനയുടെ വിപ്ലവം എന്നിവ സാധ്യമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. വിപരീത സമസ്യ എന്നതാണ് ആശയം. വിപരീത സമസ്യ വിവിധ രീതികളിൽ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നതാണ്. സാറ് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിലൊക്കെ ആവിഷ്കരിക്കാൻ. പ്രദീപ്, വേറൊരു കാര്യം, പ്രദീപ് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ 6 തവണ പ്രസംഗം സമ്മാനം നേടി. അത് 6 ആണോ 3 ആണോ? 6 തവണ സമ്മാനം നേടി. അതിൽ ഒരു തവണ തോറ്റുപോയ ഒരാളുണ്ട്. അത്രയും ആരോഗ്യമില്ലാത്ത ഒരാൾ ഇപ്പോഴും ഒരു കരുത്തിലാണ് ജീവിച്ചു പോകുന്നത്. GS പ്രദീപിനെ തോപ്പിച്ച ആളാണ്. അതെനിക്ക് വലിയ ആഹ്ലാദമാണ്. അത് അമരവിള സതീഷാണ്, നമ്മുടെ തന്നെ. ഏതുകൊണ്ടാം കാണിയാണ് അവന്റെ സ്ഥലം. ഏതുകൊണ്ടാൻ കാണി. അന്ന് ആകാശവാണി വരുമ്പോൾ അവൻ പറയുന്നത്, ആദ്യം തുടങ്ങുന്നത് ഏതുകൊണ്ടാം കാണി എന്ന് പറയും. സാർ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട്, അങ്ങേപ്പോലെ അല്ലെങ്കിലും കുറച്ച് എന്റെ ചെറിയ പ്രായത്തിനുള്ളിൽ ഒരുപാട് ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാസ്കിന്റെ ലോകത്താണല്ലോ ഈ കോവിഡിനെ തുടർന്ന് ജീവിക്കുന്നത്. മാസ്ക് മുഖത്ത് അണിയുന്നത് ഈ രോഗത്തിന്റെ കാലത്താണെങ്കിൽ മാസ്ക് മനസ്സിൽ അണിയുന്നവരാണ് ഭൂരിഭാഗം. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളുമൊക്കെ മാസ്ക് അണിയേണ്ടി വരും ചില കാര്യങ്ങളിലെങ്കിലും. 1% പോലും മനസ്സിൽ മാസ്ക് അണിയാത്ത, മനസ്സിൽ മുഖം മൂടി അണിയാത്ത, ഏറ്റവും നിഷ്കളങ്കമായി മാത്രം എല്ലാവരോടും ഇടപഴകുന്ന എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് സാർ സതീഷ്, അമരവിള സതീഷ്. അതല്ലെങ്കിൽ നിർഭാഗ്യവശാൽ അമരവിള സതീഷ് ഫ്ലവേഴ്സിലെ തന്നെ ഒരു പ്രൊഡ്യൂസറാണ്. അത് പ്രതിവിനറിയാം. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വിനാശം വരുമ്പോഴെല്ലാം അദ്ദേഹം ആരോഗ്യം പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് ഒറ്റ വഴിയുള്ളൂ. GS പ്രദീപിനെ സർവകലാശാല യുവജനോത്സവത്തിൽ മലയാള പ്രസംഗം തോപ്പിച്ച ആളാ. തീർച്ചയായും അത് തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, അന്ന് സതീഷ് വളരെ ശോഷിച്ച ആളാണ്. ഗംഭീര പ്രസംഗവും നടത്തിയാണ് സതീഷ് എന്ന് തോൽപ്പിച്ചത്. ഞാനന്ന് മത്സരിക്കുമ്പോ അന്ന് ഒപ്പം 10-60 പേരൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥിരമായ 1ാം സമ്മാനം എനിക്കാണ്. അപ്പൊ 60 പേരുള്ളപ്പോ ഞാനൊക്കെ എല്ലാവരോടും ഒരു അവജ്ഞയിലൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സതീഷ് പറയും, ആദ്യം ഞാൻ പറയുന്ന കാര്യം അതാണ് അവരോടെല്ലാം, എന്താ റെഡിയാണോ, ആർക്കാ സെക്കൻഡ് പ്രൈസിന് ആഗ്രഹം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സെക്കൻഡ് പ്രൈസിന് ആർക്കാണ് ആഗ്രഹം എന്ന് ചോദിക്കും. കൂട്ടത്തിലൊരു മെരിഞ്ഞ പയ്യൻ, നമ്മളതിനൊന്നും കാര്യമാക്കിയിട്ടില്ല, കൊച്ചു പയ്യൻ എന്ന് വിചാരിച്ചു. ഗംഭീര പ്രസംഗമായിരുന്നു, നല്ല ഭാഷയിൽ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 60,000 രൂപ ചോദ്യമാണ്. മോണിറ്റർ പ്ലീസ്. 60,000 രൂപയുടെ ചോദ്യം. GS പ്രദീപ്, 60,000 rupees. ഏത് ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കൊല്ലം. ആറളം കണ്ണൂർ തന്നെയാണ്. ആറളം അല്ല സാർ, ഈ കോഴിക്കോട് കടപ്പുറം കൊല്ലത്താണ്. കരുനാഗപ്പള്ളി കടപ്പുറത്തിന്റെ പേരാണ് കോഴിക്കോട് കടപ്പുറം. കൊല്ലം എന്ന് പറഞ്ഞ് കോഴിക്കോട് ജില്ലയിലെ സ്ഥലമുണ്ട്. അപ്പൊ കണ്ണൂരിലാണ് ആറളം. പക്ഷേ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കണ്ണൂർ തന്നെ സാർ. കൂട്ടാമല്ലോ. കൂട്ടാം. ഇടുക്കിയും പാലക്കാടും തിരുവനന്തപുരവും കൊല്ലവും അല്ല എന്നുള്ള ഉറപ്പായതുകൊണ്ടാണ് സാർ കണ്ണൂർ എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ പൂട്ടി, ഇപ്പോൾ തുറക്കുന്നു. തുറക്കുമ്പോൾ കണ്ട കാഴ്ച ഭയാനകമാണോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജില്ല കൂടിയാണ് കണ്ണൂർ. എങ്കിലും അത് തന്നെ ഉത്തരം ശരിയാണ്. യു ആർ റൈറ്റ്. ഓപ്ഷൻ സി കണ്ണൂർ. 60,000 രൂപ. ആറളമായതുകൊണ്ട് 60,000. അതായിരിക്കും. പ്രദീപ്, ഈ അശ്വമേധം കളിച്ചതിൽ ഏറ്റവും രസകരമായ മുഹൂർത്തം നായനാരുമായി കളിച്ചപ്പോഴാണ്. ഇ.കെ. നായനാർ. ആദ്യത്തേതെന്തും ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. തീർച്ചയായും. അന്ന് അതിനൊരു ആങ്കർ ഉണ്ട്, ഒരു പെൺകുട്ടി, സിജ എന്നായിരുന്നു ആ കുട്ടിയുടെ ആദ്യത്തെ ആങ്കറിന്റെ പേര്. അപ്പോ സിജയാണ്. അദ്ദേഹം ഈ മത്സരാർത്ഥി എഴുതുന്ന കാർഡ് ജൂറിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ, അങ്ങ് ഈ കുട്ടിയുടെ കയ്യിൽ ഈ കാർഡ് കൊടുത്താൽ ആരാ
ആ ഇതാ കുട്ടി എന്നാണ് നായനാർ ചോദിച്ചത്. ആ. അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം അവസാനത്തെ സാർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമനെയാണ് മനസ്സിൽ വിചാരിച്ചത്. അത് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു. കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന് ആദരവ് സൂചകമായി 1 പവൻ നാണയം ഞങ്ങൾ സമ്മാനിച്ചു. ഇവിടെ നിന്ന് പടിയിറങ്ങിയിട്ട് അവിടെ ലൈവ് ഓഡിയൻസ് ഉണ്ടല്ലോ, ലൈവ് ഓഡിയൻസിൽ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് എന്റെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഈ നാണയം ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയായിരുന്നു. കേരളത്തിന്റെ സരസവാചസ്പതിയുമായിരുന്നു സൂര്യ തേജസ്സുമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് അശ്വമേധം എന്നുള്ള പേര് വീട് വെച്ചപ്പോ ഗൃഹപ്രവേശത്തിന് ആദ്യം ക്ഷണിച്ചത് അദ്ദേഹത്തെയാണ്, സഖാവിനെയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു ബാഹുലേയം വിട്ടാ വരാം എന്ന് പറഞ്ഞു. വീടിന്റെ ഗൃഹപ്രവേശത്തിന് 2 ആഴ്ചയ്ക്ക് മുമ്പാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. പിന്നെ മടങ്ങി വന്നത് നമുക്കറിയാമെന്നുള്ളതുപോലെ ചേതനയേറ്റ ശരീരമാണ്. പക്ഷെ എന്തായിരുന്നു അദ്ദേഹം എന്നറിയണമെങ്കിൽ അന്ന് മഴയായിരുന്നു സാർ. തോരാത്ത മഴയത്ത് തിരുവനന്തപുരം മുതൽ പയ്യാമ്പലം വരെയുള്ള തെരുവുകളിൽ ഒന്നാകെ ജനങ്ങൾ അക്ഷമരായി കണ്ണുനീരോടെ കാത്തുനിന്നു. അതെ, നമുക്ക് ആ കാഴ്ചയൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. കാരണം VK നായനാർക്ക് കിട്ടിയ ഒരു വിലാപയാത്ര, ഒരുപക്ഷെ എനിക്കൊന്നും അദ്ദേഹത്തിന് കിട്ടിയ ഒരു യാത്രയപ്പ് കേരളത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. GS പ്രദീപിന് ഏറ്റവും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച അശ്വമേധം ഏതായിരുന്നു? ഒരു പ്രത്യേക എപ്പിസോഡായി പറയണമെങ്കിൽ അശ്വമേധം 500 എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന വേദിയിലേക്ക് പുറപ്പെട്ടപ്പോൾ കാസർഗോഡ് വെച്ചാണ് ഈ ഓപ്പൺ സീസ തുടങ്ങുന്നത്. രാവിലെ മുതൽ രാത്രി വരെ നടത്തുന്നു. 1000-ഓളം ആളുകൾ ലൈവായി കാണുകയാണ്. അതിൽ നിന്നാണ് ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടത്തി, അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ നടത്തി, ഓസ്ട്രേലിയയിലെ എല്ലാ നഗരങ്ങളിൽ നടത്തി. ഓസ്ട്രേലിയയിൽ 6 മിനിറ്റോളം സ്റ്റാൻഡിംഗ് ഒവേഷനൊക്കെ ഉണ്ടായിരുന്നു 3 മണിക്കൂർ. ഇതിനിടയിൽ പ്രദീപ് ഡോക്ടറായോ? ഇല്ല, അതൊരു ഓണററി ഡോക്ടറേറ്റ് ആണ്. അതേ പേരിനൊപ്പം ഉപയോഗിക്കാറില്ല. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കാറില്ല. നന്നായി. അതല്ല, അത് ഈ ലോകം ചുറ്റിയപ്പോ കാസർഗോഡ് നടത്തിയപ്പോ ഒരു കുട്ടി സുരേന്ദ്രൻ നീലേശ്വരത്തിനെ മനസ്സിൽ വിചാരിച്ചു. സുരേന്ദ്രൻ നീലേശ്വരം അതിന്റെ തലേ ദിവസമായിരുന്നു ആക്സിഡന്റ് മരിച്ചത്. ആക്സിഡന്റ് മരിച്ചു. അപ്പൊ അദ്ദേഹം ചെറുകഥ എഴുതുമായിരുന്നു, നല്ല ചെറുകഥ നിർത്തായിരുന്നു. മരിച്ചപ്പോ സുരേന്ദ്രൻ നീലേശ്വരം മരിച്ചത് ഞാൻ അറിഞ്ഞില്ല. കാരണം രാത്രി 10 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് രാവിലെ വീണ്ടും മേക്കപ്പ് ചെയ്ത് സ്റ്റേജിലോട്ട് പോവുകയാണ്. ജീവൻ വിചാരിച്ചു മരിച്ചുപോയി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് സുരേന്ദ്രനെ കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. ഞാൻ അവൻ വിജയിച്ചു 1 പവൻ സ്വർണം കൊടുത്തപ്പോൾ ആ കുട്ടി നിന്ന് കരഞ്ഞു. അശ്വമേധത്തിന്റെ ആ കാലമാണ്. ഞാൻ പറഞ്ഞു മോനെന്തിനാ കരയാൻ, ആഹ്ലാദമാണോ? അല്ല, പിന്നെ അത് അച്ഛനും അമ്മയും വഴക്കു പറയും നിങ്ങളെ തോപ്പിച്ചാലെന്നാണ്. അപ്പൊ എനിക്ക് വളരെ വല്ലാത്തൊരു ആത്മഹർഷം തോന്നിയൊരു നിമിഷമായിരുന്നു സാർ. ഓക്കെ, അത് വലിയ സംഭവം, വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ്. അതെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അവന്റെ പേര് സ്വരാജ് എന്നായി. കാസർഗോഡ്. സ്വരാജ് നീ കേട്ടോണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. 70,000 രൂപയുടെ ചോദ്യമാണ്. 70,000 മോണിറ്റർ. പ്രദീപ്, നമ്മുടെ LED നോക്കിയാൽ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ ചിത്രം പ്രദീപിന് ഓർമ്മയുണ്ടാവും. ഓക്കെ, ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരാണ്? ഓപ്ഷൻ എ ടി ദാമോദരൻ, ഓപ്ഷൻ ബി IV ശശി, ഓപ്ഷൻ സി ലോഹിതദാസ്, ഓപ്ഷൻ ഡി രഞ്ജിത്ത്, ഓപ്ഷൻ ഇ MD വാസുദേവൻ നായർ. വാറുണ്ണിയെ സൃഷ്ടിച്ച എഴുത്തുകാരൻ, അതിലെ ഭീമൻ രഘുവിന് പേപിടിക്കുന്ന രംഗമെല്ലാം എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള എഴുത്തുകാരനാകണം. സംവിധായകനായി മാറി അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. മരണത്തിന്റെ മഹാകാലത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് അദ്ദേഹം എഴുതിയ ആദ്യകാല സിനിമകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ലോഹിതദാസാണ് സാർ. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. ലോഹിതദാസിനെ നമ്മൾ പൂട്ടുന്നു. ഓപ്ഷൻ സി ലോഹിതദാസ്. മകനെ, ഇത് ശരിയായിരിക്കുമോ? ശരിയാണ്. സിനിമ സംബന്ധമായ എന്തോ അവനറിയാം. സിനിമയെല്ലാം കാണുമോ? അപ്പൊ സ്കൂളിൽ പോക്കില്ലേ? കുറവാണ്. ഫുള്ളിരുന്ന് സിനിമ കാണുവാന്നോ? വീട്ടിൽ അച്ഛനിൽ നിന്ന് പഠിച്ചെന്താ? സിനിമ കാണാനാണോ? ഒന്നും പഠിച്ചിട്ടില്ലല്ലേ? ക്യാരംസ് കളിക്കാൻ പഠിച്ചാണ്. കളിച്ചു, അത് മതി. പഠിച്ചതിൽ അങ്ങ് മാസ്റ്റർ ആവുക. ഓക്കെ പ്രദീപ്, നമ്മൾ തുറക്കുന്നു. ലോഹിതദാസ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. സത്യത്തിൽ ഈ കേരളീയമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഓർമ്മകൾ വളരെ വല്ലാതെ വേഗമായി പോകുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ക്വിസ് പറയാറുണ്ട്. അർജന്റീനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ പറയുന്നവർ പെട്ടെന്ന് ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രം കണ്ണൂരിലാണോ എന്നൊരു സംശയം വരും. ആ സംശയം ഉടലെടുപ്പിക്കുകയാണ് ഇത്തരം വൈജ്ഞാനിക പ്രക്രിയകളുടെ
ഏറ്റവും വലിയ ഗുണവും. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ പ്രദീപ്, ഒരുപാട് അറ്റാക്കുകൾ പ്രദീപിന് ലഭിച്ചത് സോഷ്യൽ മീഡിയ വഴിയാണ്. എനിക്കൊന്ന് സമൂഹ മാധ്യമങ്ങൾ കുറച്ചധികം പ്രദീപിനെ അറ്റാക്ക് ചെയ്യുന്നു. കണ്ടില്ല, അത് ഇടയ്ക്ക് മാത്രം കുറച്ച് അത് ആ സമയത്ത് എങ്ങനെയാണ് പ്രദീപ് അത് കടന്നുപോയത്? കാരണം എനിക്ക് തോന്നുന്നത് അഭിപ്രായം രൂപീകരിക്കുന്ന അഥവാ ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന സമൂഹത്തിലെ ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയുടെ മറവിൽ മറിഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെയല്ല. കുറച്ചാളുകൾ അവർ കള്ള ഐഡിയകൾ ഉണ്ടാക്കും, വ്യാജ മേൽവിലാസങ്ങൾ ഉണ്ടാക്കും, അതിൽ മറിഞ്ഞിരുന്ന് അവർ പോരാടും. അതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അത്ര കണ്ട് ആക്റ്റീവ് അല്ല. മനസ്സങ്ങ് സ്വിച്ച് ഓഫ് ചെയ്താണോ പ്രദീപ്, അതോ അങ്ങോട്ട് താല്പര്യം വരാതെ അല്ല? ഞാൻ സോഷ്യൽ മീഡിയയിലുണ്ട് സജീവമായി തന്നെ. പക്ഷെ ഈ പറഞ്ഞതുപോലെ അറ്റാക്ക് ചെയ്യുന്ന പ്രൊഫൈലുകളൊക്കെ പക്ഷെ അതൊക്കെ ഇടയ്ക്ക് 1-2 തവണയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഞാൻ അതിനെ കണ്ടത് പക്ഷേ നമുക്കുണ്ടായ ചില വീഴ്ചകളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ദേഷ്യവും അമർഷവും ഖേദവും ഒക്കെ പ്രകടിപ്പിക്കുന്നതായി മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്രദീപ് ഒരുപാട് ക്ഷമിക്കാൻ പഠിച്ചിരിക്കുന്നു. പാകത ഒന്നാണോ? പാകതയുടേതല്ല സാർ. നമ്മൾ പെട്ടെന്ന് നമ്മളെ ഒരാൾ വിമർശിക്കുമ്പോൾ നമുക്കതിനകത്ത് ദേഷ്യം വരുന്ന മാനസികാവസ്ഥ ഉണ്ടാകുന്നത് മനസ്സ് സന്തുലിതമല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നത്. ഒരാൾക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാകണമെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ് എന്നുള്ളതല്ലേ അതിന്റെ ശരി, അല്ലേ? അപ്പൊ ആ കാരണമില്ലായ്മ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ സാറിനോട് ഐ ലവ് യു എന്ന് പറയുന്നതിലല്ലോ, സാറിനെ കൊണ്ട് എന്നോട് ഐ ലവ് യു എന്ന് പറയിപ്പിക്കുന്നതിലല്ലേ സാർ മനുഷ്യൻ വിജയിക്കുന്നത്. ഈ പ്രദീപ് അശ്വമേധത്തിന്റെ 500 എപ്പിസോഡ് പൂർത്തിയാക്കിയപ്പോ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്ക ഒരു സമ്മാനം തന്നു. അതെ അതെ, ഈ ഷട്ടിൽ കുതിരയെ കുത്തി തന്നു, ഒരു ബ്രോഷ്. അപ്പൊ ആ കുതിര ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചു? തീർച്ചയായും. കുതിരയുടെ ഓട്ടം നിലച്ചപ്പോഴും അത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുതിരയുടെ ഓട്ടം നിലച്ചിട്ടില്ല, ഇടയ്ക്ക് നിലച്ചപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട് വിറ്റപ്പോഴും അത് നഷ്ടപ്പെട്ടു. അത് സഞ്ചിന്ന് മാറ്റിയിട്ടില്ല. ആ പഴയ തുണിസഞ്ചി ഇപ്പോഴും കയ്യിലുണ്ടോ? തുണിസഞ്ചി ഇല്ല, അതൊക്കെ വീഴിച്ചു. ഇല്ല, അവൾക്ക് പകരം എന്തെങ്കിലും ഒരു തുണിസഞ്ചി എടുക്കാൻ അവൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു സഞ്ചിയുമായി കൂടെ ഉണ്ടാകും. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നമുക്കിനി 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000 മോണിറ്റർ. ചോദ്യം ഇതാണ്: ആരുടെ രചനയാണ് മുത്തുച്ചിപ്പി? ഓപ്ഷൻ എ ബാലാമണിയമ്മ, ഓപ്ഷൻ ബി ONV, ഓപ്ഷൻ സി സുഗതകുമാരി, ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ, ഓപ്ഷൻ ഇ ഇടശ്ശേരി. മുത്തുച്ചിപ്പിയുടെ ഓഥർ ആരാ എന്നാണ് ചോദ്യം. അതെ, ഇത് ബോധേശ്വരന്റെ മകളുടെ കൃതിയാണ് എന്ന് പറഞ്ഞാണ് ബാലാമണിയമ്മ മുത്തുച്ചിപ്പിക്ക് അവതാരിക എഴുതിയത്. ഓർമ്മയുണ്ടത്? അത് ഓർമ്മയുണ്ട്. അപ്പൊ ഓപ്ഷൻ ഏത് പൂട്ടും നമ്മള്? ബോധേശ്വരന്റെ മകളുടെ പേര് തന്നെ പൂട്ടുന്നു. ഓപ്ഷൻ സി പൂട്ടാമല്ലോ? അതെ. ഓപ്ഷൻ സി സുഗതകുമാരി. മുത്തുച്ചിപ്പി എഴുതിയത് സുഗതകുമാരിയാണ്. തീർച്ചയായും പൂട്ടിയിരിക്കുന്നു. ആ മുത്തുച്ചിപ്പിയിലെ ഏതെങ്കിലും വരികൾ പ്രദീപിന് ഓർമ്മയുണ്ട്? ഇല്ല. സുഗതകുമാരിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട കവിതകൾ അമ്പലമണിയും കൃഷ്ണ നീ എന്നെ അറിയില്ലയും ഒക്കെയാണ്. മുത്തുച്ചിപ്പിയിലെ വരികൾ ഇഷ്ടപ്പെട്ട 4 വരി: കണുവാനിടിഞ്ഞൊരി ഗോപുരം എന്ന് തുടങ്ങുന്നുവെങ്കിലും അതിൽ ഇഷ്ടപ്പെട്ട വരികൾ ഒടുവിലാ നടജാരി വേവുന്ന വയറുമായി എവിടെയോ പൂജാരി പോയി, എങ്കിലും ഇതിൻ ധർമ്മം ഇത് സുസ്വരമടർന്നുവെങ്കിലും ഇത് ഓർത്തുപാടുന്നു എന്ന അമ്പലമണിയുടെ വേദനയാണ്. അപ്പൊ ഓപ്ഷൻ സി സുഗതകുമാരി ഉത്തരം ശരിയാണ്. ഇത്രയും കാലത്ത്, അതായത് പ്രദീപിന്റെ വഴികളിൽ ഒരുപാട് വിമർശകർ ഉണ്ടായി കാണും, സഹായിക്കാൻ ആളുണ്ടായി കാണും. എന്നാൽ പ്രദീപിന് ഒരിക്കലും മറന്നുപോകാത്ത ആപൽഘട്ടത്തിൽ സഹായമായി എത്തിയ സുഹൃത്താരായിരുന്നു. അങ്ങനെ 2 പേരുടെ പേര് പറയണം എങ്കിൽ ഒന്ന് ജോ ആന്റണിയാണ് സർ. ജോ ആന്റണി എറണാകുളത്തുകാരനാണ്. സമാജ്വാദി പാർട്ടിയുടെയൊക്കെ ദേശീയ സെക്രട്ടറിയാണ്. വളരെ സഹൃദയനായ ഒരു നല്ല മനുഷ്യനാണ്. മറ്റൊന്ന് ഷാഹുൽ ഹമീദ് എന്ന കണ്ണൂറുകാരനാണ്. അവർ 2 പേരും ഏത് പ്രതിസന്ധി എങ്ങനെയാണ് പ്രദീപിന്റെ ജീവിതത്തിൽ അവർ ഇടപെട്ടത്? നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ആവശ്യം ഉന്നയിക്കാതെ തന്നെ നമ്മെ സഹായിക്കുന്നവരല്ലേ സർ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ ആവശ്യങ്ങളും നമ്മൾ പറയാതെ തന്നെ തിരിച്ചറിയാനും ഒപ്പം നിൽക്കാനും കഴിവുള്ളവരാണ് സുഹൃത്തുക്കൾ. ഇവർ 2 പേരോടും ഞാൻ ആവശ്യങ്ങൾ ഉന്നയിക്കാതെ എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കുകയും എൻ്റെ വിഷമഘട്ടങ്ങളിൽ എന്നോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തവരാണ്. പാമ്പർ ചെയ്തിട്ടില്ല അവരാരും തന്നെ, ആശ്വസിപ്പിച്ചിട്ടൊന്നുമില്ല. മറിച്ച് മുന്നോട്ട് ധീരമായി പോരാടി ജീവിക്കാനുള്ള കരുത്ത് തരികയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദീപിന്റെ ഒരു വ്യക്തിപരമായ സ്വഭാവം എങ്ങനെയാ? എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ വല്ലാതെ പതറിപ്പോകുന്ന ആളാണ് ആയിരുന്നു. ഈ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ഇഷ്ടപ്പെടാത്തൊരു മനസ്സായിരുന്നു പ്രദീപിന്റെ. അതായത് ബേസിക്കലി എനിക്ക് വെർട്ടിഗോ ഉള്ള കൂട്ടത്തിലാണ്. അതായത് വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്റെ മകൻ എന്നോട് പറഞ്ഞു, അച്ഛാ നമ്മുടെ ആ സംഗതി പൊങ്ങും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നല്ലതല്ലേ, സുഖമല്ലേ. ഈ എസ്കലേറ്ററിലേക്ക് കയറുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കാറുണ്ട്. പക്ഷേ എസ്കലേറ്ററിലൂടെ ഞാൻ തിരികെ ഇറങ്ങാറില്ല സർ. ഞാൻ സ്റ്റെയർകേസോ ലിഫ്റ്റോ ഉപയോഗിക്കാറേ ഉള്ളൂ. തിരികെ ഇറങ്ങത്തില്ല. മുകളിലേക്ക് എത്ര കയറുന്നതിലും ഭയങ്കര രസമാണ്, ആഹ്ലാദമാണ്. വിമാനയാത്രകളൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇത് താഴേക്ക് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു വെർട്ടിഗോ ഉണ്ട്. ഇമോഷണൽ വെർട്ടിഗോ തന്നെയുണ്ട്. പടി ഇറങ്ങുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് പൊതുവെ പടി കയറാൻ വളരെ ഇഷ്ടവുമാണ്. അപ്പൊ അതുകൊണ്ടാകാം വീഴ്ചകളോടുള്ള ഒരു ഭയം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ വീഴ്ചകൾ കൂടി ചേർന്നതാണ് ജീവിതം എന്ന തിരിച്ചറിവ് വന്നതോടെ
വീഴ്ചകളെയും ആഹ്ലാദത്തോടെ സ്വീകരിക്കാൻ മനസ്സ് പാകമായി എന്നതാണ് ശരി. GS പ്രദീപ് വൃദ്ധനാവുന്നു. എന്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് നേരെ തിരിച്ചാണ് സാർ. ചെറുപ്പം. വീഴ്ചകളെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് നമ്മൾ യുവാവാകുന്നത് എന്നാണ്. വീഴ്ചകളിൽ അസഹിഷ്ണുവാകുന്നത് വാർദ്ധക്യത്തിന്റെ ലക്ഷണമാണ്. പെട്ടെന്ന് കോപം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ഇതൊക്കെ സത്യത്തിൽ മനസ്സ് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. ഈ പറഞ്ഞ ഓവർനൈറ്റ് സെലിബ്രിറ്റിനെസ് കൊണ്ടാകാം പെട്ടെന്ന് ആവശ്യത്തിൽ കൂടുതൽ പാകതയുള്ള ഒരാളായി ഞാൻ മാറി. എന്നോട് 10 വർഷം മുമ്പ് കാണുന്ന ആളുകൾക്ക് ഇന്ന് കാണുമ്പോൾ അന്നത്തേതിനേക്കാൾ കൂടുതൽ ചെറുപ്പമാണെന്ന് പറയാറുണ്ട് എന്നോട് ഇപ്പോൾ പലരും. കാരണം അന്ന് ആവശ്യത്തിനേക്കാൾ കൂടുതൽ പ്രായം എൻ്റെ മനസ്സിനും പെരുമാറ്റത്തിനും ഉണ്ടായിരുന്നു എന്നതാണ് ശരി. ഓക്കെ, നമ്മളിനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 1 lakh. നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നു. തീർച്ചയായും. കുട്ടേട്ടാ, ലെവൽ 3. അപ്പൊ പ്രദീപ്, നമ്മൾ 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. പ്രദീപ് ഒരു ഓഡിയോ കേൾപ്പിച്ചു തരികയാണ്. ഓഡിയോ കേട്ടോളൂ പ്ലീസ്. പ്ലേ. ഇനിയാണ് ചോദ്യം. ഈ പാട്ട് തീർച്ചയായിട്ടും പ്രദീപ് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? ഓപ്ഷൻ എ വിസ്മയത്തുമ്പത്ത്, ഓപ്ഷൻ ബി മിന്നാരം, ഓപ്ഷൻ സി ബോയിങ് ബോയിങ്, ഓപ്ഷൻ ഡി കിലുക്കം, ഓപ്ഷൻ ഇ ചിത്രം. ഇതിനകത്ത് ഏറ്റവും സന്തോഷമുള്ള കാര്യം ചിത്രവും ബോയിങ്ങും അല്ല എന്ന് എനിക്കറിയാമെന്നുള്ളതാണ്. രണ്ടാമത്തെ സന്തോഷമുള്ള കാര്യം, ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആണോ? കാരണം അതെന്താണ് കാരണം? BA മ്യൂസിക്കും MA ഡാൻസും ആണ് എൻ്റെ ഭാര്യയുടെ പ്രൊഫഷൻ. അവള് ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. അറിയാമല്ലോ? അറിയാം, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പാട്ട് പാടാറുണ്ട്. അത് സാറിന് അറിയില്ലല്ലോ. പ്രദീപ് പാടൂ. ഞാൻ ഒരുപാട് പ്രതിഫലം പാടാവില്ല. അല്ല സാർ, ഞാൻ ഒരുപാട് പ്രതിഫലം വാങ്ങിച്ചാ പാടുന്നത്. ആണോ? അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളുണ്ട്. അവർ വിളിച്ചിട്ട് പറയും എത്ര രൂപ വേണോ തരാം, പ്രദീപ് ഒന്ന് പാടണം എന്ന് പറയും. ഞാൻ പാടുമ്പോൾ പിള്ളേർ പറയും ഞങ്ങൾ സ്കൂളിൽ പോയിക്കോളാം. സ്കൂളിൽ പോയിക്കോളാം, ദയവ് ചെയ്ത് പാടരുത്. അതുകൊണ്ട് എനിക്ക് പാട്ടുമായി അശ്വമേധത്തിൽ സിനിമയും സംഗീതവും ഉള്ള വിചാരിക്കാനേ പാടില്ല എന്നാണ് നിയമം. WWF ഗുസ്തി, സിനിമ, സംഗീതം, ഇതൊന്നും പാടില്ലെന്നാണ്. പക്ഷെ ഇതെന്തായാലും അവൾക്കറിയാമെന്ന് എനിക്ക് 100% അപ്പൊ നമുക്ക് തീർച്ചയായും. ഓക്കെ, മിന്നാരം. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ നമ്മുടെ പിടിവള്ളി സ്വന്തം ഭാര്യ പറയുന്നു മിന്നാരമാണെന്ന്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാമോ? ആണോ? ഉറപ്പിക്കാം. ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടാണ് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കാണാം. ആണ് സാർ. അതായത് ഇത് മിന്നാരത്തില് വായിൽ കൊള്ളാത്ത പേരുള്ള ഒരു രോഗമാണ് സഹോദരിക്കെന്ന് ലാലു അലക്സ് വെളിവാക്കിയതിന് ശേഷം മോഹൻലാല് ശോഭനയുടെ രോഗം അറിഞ്ഞതിന് ശേഷം പാടുന്ന ആ ഒരു പാട്ടാണ് എന്നാണ് അവള് കരുതുന്നത്. ശരിയായിരിക്കും. ഓപ്ഷൻ ബി മിന്നാരം പൂട്ടിയിരിക്കുന്നു. ഓപ്ഷൻ ബി മിന്നാരം പൂട്ടി. ഡാൻസറാണ്, പാട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ഞെട്ടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രശ്നമാവും. ഓപ്ഷൻ ബി മിന്നാരം നമ്മൾ തുറക്കുന്നു. മിസസ് GS പ്രദീപ്, താങ്കൾ പറഞ്ഞ ഉത്തരം ഞാനല്ല. ഉത്തരം ശരിയാ. ആണോ? വെരി ഗുഡ്. ഉത്തരം ശരിയാ. വെൽ ഡൺ. പറയൂ കുട്ടിയേട്ടാ. മിസ്റ്റർ പ്രദീപ്, യെസ്. താങ്കൾ പണ്ടൊരിക്കൽ ഒരു മത്സരവേദിയിൽ ഹൃദയമില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ച ഒരു കഥയുണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ സാർ, ഞാനേ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ വളരെ വർക്കഹോളിക്കായിരുന്നു. ഇടയ്ക്ക് ആൽക്കഹോളിക് ആയി എന്നൊക്കെ സാർ പറഞ്ഞെങ്കിൽ വർക്കഹോളിക്കാണ് സാർ. ഞാൻ 14 എപ്പിസോഡുകൾ വരെ ഒരു ദിവസം ചിത്രീകരിക്കുമായിരുന്നു. അശ്വമേധത്തിന്റെ റിയൽ ടൈമിൽ ഷൂട്ട് ചെയ്യുമായിരുന്നു. രാവിലെ തുടങ്ങി രാത്രി 3 മണി വരെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് ഷൂട്ട് ചെയ്യുന്ന തുടങ്ങും. ശ്രീലങ്കയിലൊക്കെ ആണെങ്കിൽ ഈ ദിവസം എപ്പിസോഡ് ഉണ്ട്. 10 ദിവസം 3 മാസത്തിരിക്കലാണ് 10 ദിവസം പോകുന്നത്. 3 എപ്പിസോഡ് ഷൂട്ട് ചെയ്യണം. അങ്ങനെയാണ്. ശ്രീലങ്കയിൽ ഏത് ഭാഷയിലാണ് അവതരിപ്പിച്ചത്? അവിടെ മൾട്ടി ലിംഗ്വലാണ്. തെലുങ്ക് ചാനലിൽ തെലുങ്കിൽ തന്നെയായിരുന്നു, തമിഴിൽ തന്നെ. തെലുങ്ക് എങ്ങനെ പഠിച്ചു? തെലുങ്ക് ഒപ്പിടുന്ന ചെക്ക് വാങ്ങിച്ച ആരും പഠിച്ചു സാർ. ചെക്ക് കിട്ടിയ ആരും പഠിച്ചു. എത്ര ദിവസം എടുത്തു തെലുങ്ക് പഠിക്കാൻ? 10-12 ദിവസം. അത്ര സമയം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവര് പറഞ്ഞത് ഇംഗ്ലീഷിലൊക്കെ ഇൻട്രോ പറഞ്ഞാൽ മതി എന്നാണ്. ഞാൻ പക്ഷെ തുടങ്ങിയത് యేసుభగారియనైనా ప్రారంభించే ముందు కన్నతల్లి పాదాలకు నమస్కరించి ప్రారంభించడం మన సంప్రదాయం. కానీ నా కన్నతల్లి ఇప్పుడు జీవించలేరు. 20 సంవత్సరాల క్రితం ముందు నేను పసివాడిగా ఉన్నప్పుడు అమ్మకొక సినిమా కథ చెప్పాను. అమ్మ ఉత్కంఠంతో ఆ కథను వింటూ ఉంది. ఆకాశంలో నక్షత్రాలు మమ్మల్ని చూస్తూ మినిక్కు మినిక్కు మంటున్నాయి. హఠాత్తుగా గుండెలో నొప్పిదో ఉన్న ఒడిలో తల వాల్చింది మా అమ్మ.
ആത്രവാദാമിയിലെ വനയിലെ മേലു ഇത് ഏത് ഭാഷ എന്ന് പറഞ്ഞാല് തുടങ്ങിയത് എല്ലാം തെലുങ്കിൽ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു അല്ലേ? ഞാൻ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങി ഇങ്ങനെയാണ്. Okay. പിന്നെ എല്ലാം തെലുങ്കിൽ തന്നെയാണ് പറഞ്ഞത്. സിംഹളയോ? സിംഹളയില് മൾട്ടി ലിംഗ്വലാണ് സാർ. സിംഹളയില് കുശലങ്ങൾ ചോദിക്കും. തമിഴാണ് അവിടെ ബേസിക്കലി അതിന്റെ. തമിഴ് അത്യാവശ്യം കുഴപ്പമില്ല. ഇല്ല, തമിഴ് അതിന് മുൻപ് 3 വർഷം സ്റ്റാർ ടിവിയിൽ സ്റ്റാർ വിജയിൽ ഗ്രാൻഡ് മാസ്റ്റർ ഷോ ചെയ്തു. വലിയ വിജയമായിരുന്നു. ഷോ AVM-ലായിരുന്നു. 9 ക്യാം പ്രോഗ്രാമാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോയ്ക്കുള്ള മൈലാപ്പൂർ അക്കാഡമിയുടെ ബെസ്റ്റ് ടെലിവിഷൻ ഷോ അവാർഡ് എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. അവരാണ് അപ്പോൾ ഡീലിറ്റ് തന്നതും ആ ഷോയുടെ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട്. അപ്പൊ ഈ തമിഴിൽ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? അമ്മയെ കുറിച്ച് പറഞ്ഞു തന്നെയാണ് തുടങ്ങിയത്. ഒവ്വൊരു നല്ല കാര്യങ്ങളും ആരംഭിക്കും മുന്നർ പെറ്റതായും തിരുപ്പാദങ്ങൾ വണങ്ങി ആരംഭിക്ക വേണ്ടും എൻപത് നമത് നമ്പിക്കൈ അനാലനക്കോ എൻ തായ് ഉയിരുടൻ ഇല്ലേ. 20 ആണ്ടുകൾക്ക് മുന്നർ ഞാനൊരു കുഴന്തയാக ഇരിക്കുമ്പോൾ അമ്മക്കൊരു സിനിമാ കഥ ചൊല്ലിക്കൊണ്ടിരുന്നേൻ. അമ്മ ആവലോട് ആ കഥ കേട്ടുകൊണ്ടിരുന്നാர்கள். ദിടീരന് ഒരു നെഞ്ചുവലിയാലൻ മടിയിൽ ശായ്ന്താർ തൈകൾ. അതിൻ പിറകെ അവർ എഴുതിടവേ ഇല്ലേ. ഇன்று தெலுங்கு கேரி வருது. இன்று அனைத்து தமிழக தாய்மார்களையும் என்னை பெற்ற தாயாக கருதி வங்கக்கடலை அரணாக கொண்ட தங்க தமிழ் தாய்மார்களை வணங்கி இந்த விஞ்ஞான യാത്ര ആരംഭിக்கிறேன். ഓക്കെ, സൂപ്പർ. പറഞ്ഞു വന്നത് ആ കഥയിലേക്കാണ്. കുട്ടിയേട്ടൻ പറഞ്ഞ കഥ അതെന്ന് പറഞ്ഞാൽ സാർ, അപ്പൊ നമ്മളിങ്ങനെ 14 എപ്പിസോഡൊക്കെ ചെയ്യും. രാത്രി 12 മണിക്ക്. സാറിന് തന്നെ ദേഷ്യം വരില്ലേ? 10 മണി 12 മണിയൊക്കെ ആയി കഴിയും. 12 മണിക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ആ എഡിഷൻ അശ്വമേധം ചിത്രാഞ്ജലി ചെയ്യുമ്പോൾ 3 ഔട്ട്സൈഡ് പ്രൊഡക്ഷൻ ആയിരുന്നു ആ സമയത്ത്. 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിലൊരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറഞ്ഞാലാണ് അശ്വമേധം കളിക്കാൻ അവസരം കിട്ടുക. അപ്പോൾ രാത്രി 12 മണിയാകുമ്പോൾ 3 പേർ ഒരു ദിവസം മത്സരിച്ചാലാണ് അത് ഒരു എപ്പിസോഡ് പൂർത്തിയാവുക. അപ്പോൾ അതിൽ 2 പേർ കഴിഞ്ഞ് 3-ാമത്തെ ആൾ വന്നിരുത്തിയിട്ട് അയാളോട് ചോദ്യം ചോദിച്ചിട്ട് അയാൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അശ്വമേധം കളിക്കാൻ പറ്റില്ല. ഫുട്ട് ചെയ്ത കയ്യിലല്ലോ, എപ്പിസോഡ് തീർക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അയാൾക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തു. ഞാൻ ചോദിച്ചു, പരസ്യമായി എല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, സ്റ്റെല്ല വാൽഷ് എന്ന കായിക താരം മരിച്ചു. മരണശേഷം അടുത്ത ദിവസം അവരെക്കുറിച്ച് വന്ന വാർത്ത കൂടുതൽ അത്ഭുതകരമായിരുന്നു, അവിശ്വസനീയമായിരുന്നു. എന്താണ് ആ വാർത്ത? എന്നിട്ട് ഞാൻ പറഞ്ഞു 3 ചോയ്സ്. 1, സ്റ്റെല്ല വാൽഷ് ഒരു പുരുഷനായിരുന്നു, സ്ത്രീ ആയിരുന്നില്ല, വനിതാ കായിക താരമായാണത് മത്സരിച്ചത്. 2, സ്റ്റെല്ല വാൽഷിന് ഹൃദയമേ ഇല്ലായിരുന്നു. 3, സ്റ്റെല്ല വാൽഷിന് 10 ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ സ്റ്റെല്ല വാൽഷ് പുരുഷനായിരുന്നു എന്നുള്ളതാണ്. അന്ന് സെക്സ് ഡിറ്റർമിനിങ്സ് ഇതൊക്കെ നടത്തുന്നതിന് മുമ്പാണ്. ശരിയെന്ന് പറഞ്ഞു. ഇരിക്കുന്നു. 12:30 മണി രാത്രി. തളർന്ന എല്ലാവരും അവശരായി. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു. 3 ചോയ്സ് പറഞ്ഞു. പറയൂ, എന്താണ് ഉത്തരം? അയാൾ താടി നീട്ടി സാറിന് അറിയാം ആളുടെ പറഞ്ഞാൽ പള്ളി പറയാൻ പാടില്ല, സീരിയൽ നടന്നൊക്കെയാണ്. താടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് പറഞ്ഞു, സ്റ്റെല്ല വാൽഷിന് ഹൃദയമില്ലായിരുന്നു. അപ്പോഴേ നമ്മൾ ഭ്രാന്തായി. രാത്രി മൊത്തം എടുത്തു, കട്ട് ചെയ്തു. സുഹൃത്തെ, അങ്ങനെയല്ല, സ്റ്റെല്ല വാൽഷ് സ്ത്രീ ആയിരുന്നില്ല, പുരുഷനായിരുന്നു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ 12:30 മണിയായി. വീണ്ടും എടുത്തു, റീടേക്ക് ചെയ്യുന്നു. ആ ചോദ്യം ചോദിക്കുന്നു. ഞാൻ പറയൂ, എന്താണ് താങ്കളുടെ ഉത്തരം? സ്റ്റെല്ല വാൽഷിന് 10 ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു. തലയിൽ കൈവച്ച് ചിരിക്കണോ, തെറി വിളിക്കണോ, എന്ത് ചെയ്യണോ എന്ന് അറിഞ്ഞൂടാ. കാരണം ഈ മനുഷ്യന് ഒരു കാരണവശാലും നമ്മൾ പറഞ്ഞു കൊടുത്ത് ശരി ഉത്തരം പറയില്ല. കാരണം ഇയാൾ പറയുന്നത് അത് നിങ്ങൾ എന്നെ തോപ്പിക്കാൻ വേണ്ടിയല്ലേ, തെറ്റുത്തരമല്ലേ പറഞ്ഞു തരുന്നതെന്നാണ്. ഇത് ഇപ്പൊ പറയുമ്പോഴല്ല, രാത്രി 1 മണിക്ക് എല്ലാവരും കാത്തിരിക്കുന്നൊന്നും തീരണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ ശരിച്ചതാണ്. അവിസ്മരണീയമായ ഒരു കാര്യമാണ്. കുട്ടേട്ടൻ ആള് സംഭവം. കുട്ടേട്ടൻ ഫീഡ് ചെയ്യാത്ത കാര്യങ്ങൾ കുട്ടേട്ടന്റെ കല്യാണക്കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫീഡ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾ വരുമ്പോ എന്ത് ഇളക്കമെന്നറിയോ ഇവിടെ? ആണല്ലേ? വലിയ പ്രശ്നങ്ങളാ. കുട്ടേട്ട, ഞാൻ ബാക്കി പറയുന്നില്ല, ഞാൻ അങ്ങോട്ട് ബാക്കി ഞാൻ ഇവിടെ അവസാനിപ്പിച്ചു. കുട്ടേട്ടാ, പണ്ട് ശ്രീകണ്ഠ സാർ സ്ഥിരം പറയുന്ന ഒരു വാചകമുണ്ട്, എങ്കിലും എന്റെ ഗോപാലകൃഷ്ണ ഈ ഗതി വന്നല്ലോ അങ്ങനെയൊന്നുമില്ല. കുട്ടേട്ട റേഡിയോയിലൊക്കെ വന്നൊരു സീരീസ് ആയിരുന്നു. പിന്നെ അത് ദൂരദർശനിലും വന്നു. എങ്കിലും എന്റെ ഗോപാലകൃഷ്ണ എന്നോട് ഈ ചതി ചെയ്തല്ലോ എന്നായിരുന്നു എന്റെ പൂർണ്ണ രൂപം. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിൽ കിടക്കാം. 2 lakhs. ഇനി ലക്ഷങ്ങളുടെ കളിയാണ്. ലക്ഷങ്ങൾ. ബി സീരിയസ്. ഓക്കെ, മോണിറ്റർ. ഇന്ത്യയുടെ ആദ്യ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ്? ഓപ്ഷൻ എ വിശ്വനാഥൻ ആനന്ദ്, ഓപ്ഷൻ ബി മാനുവൽ ആരോൺ, ഓപ്ഷൻ സി വിദിത് ഗുജറാത്തി, ഓപ്ഷൻ ഡി സന്ദീപൻ ചന്ദ, ഓപ്ഷൻ ഇ ചിദംബരം അരവിന്ദ്. മാനുവൽ ആരോൺ. കൂട്ടാമോ? കൂട്ടാ സർ. ആദ്യത്തെ ഇന്റർനാഷണൽ മാസ്റ്റർ അല്ലേ? ഗ്രാൻഡ് മാസ്റ്റർ അല്ല, ആദ്യ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ. ഇന്റർനാഷണൽ മാസ്റ്റർ മാനുവൽ ആരോൺ ആയിരുന്നു സർ. ഓപ്ഷൻ ബി ഞാൻ പൂട്ടാം. ശരി സർ, പൂട്ടുന്നു. നമുക്ക് ഈ ഹാർട്ട് ബീറ്റ് ഒന്ന് അളന്നു നോക്കിയാലോ? നമ്മൾ ഇതുവരെ അളന്നില്ലല്ലോ. പ്രദീപിന്റെ ബീറ്റ് എങ്ങനെ പോകുന്നു? കുട്ടേട്ടാ, ഒന്ന് അളക്കൂ. വലിയ ഹൃദയമുള്ള ഒരാളെന്നല്ലേ പറഞ്ഞു. ഒട്ടുമില്ല, 87. വെരി വെരി നോർമൽ. അപ്പോ ഓപ്ഷൻ ബി മാനുവൽ ആരോൺ ഞാൻ പൂട്ടിയിരിക്കുന്നു. ഇനിയാണ് കളി. യെസ് സർ. ഉത്തരം ശരിയായിരിക്കുമോ? ശരിയാണ്. ആർ യു കോൺഫിഡന്റ്? ശരിയാണ്. ആർ യു ഷുവർ? ഐ ആം ഷുവർ. ഓക്കെ, ദെൻ തുറക്കുന്നു. ഓപ്ഷൻ ബി ഉത്തരം ശരിയാണ്. മാനുവൽ ആരോൺ
എന്താണ് ഇത് കൃത്യമായിട്ട് ഓർത്തു വെച്ചത്? അല്ല, അതായത് വിക്ടർ കോർച്ചിനോയുടെയും ബോറിസ് പാസ്കിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ തന്നെ ചെസ് കളിച്ചിരുന്ന ആളാണ് മാനുവൽ ആരോൺ. ആ കാലഘട്ടത്തിൽ സത്യത്തിൽ ഇതുപോലുള്ള കളികളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട ഒരു കളിയുണ്ട്. അതൊന്ന് പറഞ്ഞോട്ടെ സാർ. ബോറിസ് പാസ്കി എന്ന റഷ്യൻ ഗ്രാൻഡ് മാസ്റ്ററും ബോബി ഫിഷറും തമ്മിൽ ഐസ്ലാൻഡിന്റെ തലസ്ഥാനമായ റേക്ജാവിക്കിൽ വെച്ച് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കുകയാണ്. കോൾഡ് വാർ ടൈം കളിച്ചു. ബോറിസ് പാസ്കി ഡിസൈഡിങ് ഗെയിം ജയിച്ചു കഴിഞ്ഞപ്പോൾ ബോബി ഫിഷർ പറഞ്ഞു, അത് ആ കാണികളുടെ ബഹളവും ശല്യവും കാരണം എന്റെ കളി കഴിഞ്ഞു ജയിച്ചു, കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് റീമാച്ച് നടത്തണം. സ്പാസ്കി പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. സാർ അസോസിയേഷൻ അങ്ങനെ പതിവുള്ളതല്ലോ, കളി കഴിഞ്ഞിട്ട് റീമാച്ച് നടത്തിയപ്പോൾ ബോബി ഫിഷർ ജയിച്ചു. റീമാച്ച് നടത്തുന്നതിന് മുമ്പ് ബോബി ഫിഷറിന്റെ നിർദ്ദേശപ്രകാരം ആ വെന്യൂ ഗ്ലാസ് കർട്ടൻ കൊണ്ട് സ്ഫടിക കർട്ടനുകൾ ഉണ്ടാക്കി ആ മുറി സെഗ്രിഗേറ്റ് ചെയ്തിട്ട് പുറത്തു നിന്ന് ആളുകൾ കാണാം, പക്ഷെ ഒരു ശബ്ദം അകത്ത് കേൾക്കില്ല. അങ്ങനെ നടത്തി ബോബി ഫിഷർ ജയിച്ചു. പക്ഷെ ജനഹൃദയങ്ങളിൽ ജയിച്ചത് ബോറിസ് പാസ്കി അല്ലേ സാർ? ഏറ്റവും മാന്യനായ വിജയം. അതിനുശേഷമാണ് ഈ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെല്ലാം ഈ ഗ്ലാസ് മറ ഉണ്ടാക്കി തുടങ്ങിയത്. ആ കാലഘട്ടത്തിലൊക്കെ കളിക്കുന്ന ആളാണ് സാർ മാനുവൽ ആരോൺ. ഓക്കെ, ചെസ് എനിക്ക് ഇഷ്ടമാണ്. 1961 അതെ അതെ. 2 ലക്ഷം രൂപ കൈ കിട്ടി. ഇനി നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാലചന്ദ്ര മേനോന്റെ സിനിമയിൽ അഭിനയിച്ചു. വരുന്നു വന്നു അഭിനയിച്ചു എന്ന് പറയണ്ട. അതിലൊരു ഏറ്റവും പ്രധാന കഥാപാത്രം ഞാനാണ്. എന്റെ ടൈറ്റിൽ റോളാണ്. എന്തായിരുന്നു ആ റോൾ? വരുന്നു വന്നു. ഞാൻ വന്നു എന്നുള്ളതാണ് കഥാപാത്രം. ഞാൻ വരുന്നതാണ് ആ കഥ. ബാലചന്ദ്ര മേനോന്റെ അനിയനായിട്ടാണ്. അഭിനയത്തിലൊക്കെ താല്പര്യമുണ്ടോ? സർവകലാശാല യുവജനോത്സവത്തിലെ വിജയികളുടെ സംഘടനയായ ടച്ച് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു, ടാലന്റ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ക്രിയേറ്റീവ് ഹൈറ്റ്സ്. മഹേഷ് പഞ്ചു സെക്രട്ടറി, ഞാന്, ജോബി, സന്തോഷ് രാജശേഖർ, ഞങ്ങളെ കൂടെ ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പണ്ട് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് സാർ. പിന്നെ ഒരു സിനിമ സംവിധാനം ചെയ്തു. അതെ, അത് എന്ന് പറഞ്ഞുകൂടാ എന്നല്ല, അത് സംവിധാനം ചെയ്തു. അത് ശരിയായിരുന്നു. സ്വർണ്ണ മത്സ്യങ്ങൾ എന്നാണ് അത്. മറാത്തി റൈറ്റേഴ്സായ ഗണേഷ് പണ്ഡിറ്റിന്റെ ഭരതകാലമിന്റെ ഒരു കഥ ആണ്. ഏതെങ്കിലും പ്രൊഡ്യൂസർ വഴിയാധാരമായോ? ഇല്ല. അതൊരു വളരെ വളരെ നല്ലൊരു സിനിമയായിരുന്നു എന്നാണ് അഭിപ്രായം. കുറെ അവാർഡുകൾ എനിക്ക് കിട്ടിയ ആ സമയത്ത്. പൈസ തിരിച്ചു കിട്ടിയോ? പ്രൊഡ്യൂസർ സംസാരിക്കാൻ പറ്റുമല്ലോ. അത് പ്രൊഡ്യൂസ് ചെയ്തത് സാറിന് അറിയാം, നമ്മുടെ ഉത്തങ് താക്കൂറാണ്. അതായത് നമ്മുടെ വിരാർ വസായി കോർപ്പറേഷന്റെ അവിടുത്തെ എംപിയും അവർക്ക് ഹിതേന്ദർ താക്കൂർ കിട്ടിയില്ലൊന്നുമില്ല. അവരുടെ ഹൃദേശ് ദേശ്മുഖ് ആ ഗ്രൂപ്പാണ്. അവർക്ക് ഇതൊരു മെസ്സേജ് മൂവിയാണ് സാർ. ഓക്കെ, ഇത് 4 കുട്ടി, അതായത് 2 കാലഘട്ടം 80 കാലഘട്ടങ്ങളിൽ നിന്നും നിർഭയയുടെ കാലഘട്ടത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ്. സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്സിനെ കുറിച്ചുള്ള അന്വേഷണം കൗമാരക്കാരിൽ ഉണ്ടാകുമ്പോൾ നിർഭയ കേസിൽ ഏറ്റവും ക്രൂരമായി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് ഒരു മൈനറാണ് എന്ന വാർത്ത. ആ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കുട്ടികൾ കൃത്യമായ അവബോധം, മുതിർന്നവർ കുട്ടികളോട് തുറന്ന് സംസാരിക്കാത്തത് കൊണ്ട് വികലമായ അറിവുകൾ കുട്ടികളെ വികലമായ വഴികളിലൂടെ സഞ്ചരിപ്പിക്കുന്നു, അക്രമാസക്തരാക്കുന്നു. അതായിരുന്നു എന്റെ മെസ്സേജ്. നമുക്കിനി 3 ലക്ഷം രൂപയുടെ ചോദ്യം. 3 lakhs മോണിറ്റർ പ്ലീസ്. ലോകത്ത് ഏറ്റവും അധികം പിരമിഡുകൾ കണ്ടെത്തിയിട്ടുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ മെക്സിക്കോ, ഓപ്ഷൻ ബി ഈജിപ്ത്, ഓപ്ഷൻ സി പെറു, ഓപ്ഷൻ ഡി സുഡാൻ, ഓപ്ഷൻ സി ജോർദാൻ. അത് സാധാരണ മനുഷ്യരോട് എനിക്ക് തോന്നുന്നു ആളുകളുടെ ധാരണയിൽ ഈജിപ്ത് എന്നൊരു ഉത്തരം പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ബൈ മാർജിൻ ഓഫ് നമ്പേഴ്സ് 16,000-ൽ പരം എണ്ണം കൂടുതലുള്ളത് സുഡാനിലാണ്. പിരമിഡുകളുടെ എണ്ണം കൂടുതലെന്നാണ് അതിന്റെ അറിവ്. ഈജിപ്തിലല്ല സാർ. ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ളത് സുഡാനിലാണ്. പക്ഷെ അത്ര എണ്ണം ഉണ്ടോ സംശയമുണ്ട്. 255 എന്തോ മറ്റോ ഉള്ളൂ. അല്ല, സുഡാനിലെ ഖാർത്തൂമിൽ മാത്രം രേഖാമൂലം റെക്കോർഡ് ചെയ്തത് 255 പിരമിഡുകളും സുഡാനിന്റെ വിവിധ പ്രദേശങ്ങളിലായി 16,000-ൽ പരം പിരമിഡുകളുടെ അവശിഷ്ടങ്ങളും ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മുടെ ലോകത്ത് ഏറ്റവും അധികം പിരമിഡുകൾ കണ്ടെത്തിയിട്ടുള്ള രാജ്യം സുഡാൻ. ലോക്കിയല്ലോ, കൂട്ടാമല്ലോ. ഓപ്ഷൻ ഡി പൂട്ടിയിരിക്കുന്നു. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. GS പ്രദീപ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. സാധാരണഗതിയിൽ ഒരാൾ ഈജിപ്റ്റ് എന്ന് ഉത്തരം പറയാൻ സാധ്യതയുണ്ട്. താങ്കൾ ഓപ്ഷൻ ഡി സുഡാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഉത്തരം ശരിയാണ്. ആണോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രദീപിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഒട്ടും അതിശയോക്തിയില്ലാതെ, ഒട്ടും നുണകളില്ലാതെ പറഞ്ഞാൽ രാമചന്ദ്രന്റെ ലളിതം എന്ന കവിതയിലെ വരികൾ തന്നെയാണ് സ്വപ്നം. ഒരുപക്ഷെ ഈ പറഞ്ഞ വിമലീകരണ പ്രക്രിയ 8 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്നതിന് മുമ്പ് ഈ ചോദ്യം ചോദിച്ചിരുന്ന ഞാൻ വേറെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ പറഞ്ഞേനെ. പക്ഷെ ഇപ്പൊ എന്റെ സ്വപ്നം, ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു എന്നതിന് ഒരു ചെറിയ തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂടുമാത്രം മതി. അതിലുമേറെ ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവിതം എന്നാണ്. ഇവിടെ ഉണ്ടെന്നറിയിക്കുവാൻ ഇടയ്ക്കിടെ മധുരമായി സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട്
പ്രതിഷേധ സൂചകമായും പ്രതികരിക്കാൻ കഴിയണം. ഇനിയുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ചെയ്ത നന്മകളുടെയോ പങ്കുവച്ച മൗലികമായ സംഭാവനകളുടെയോ പേരിൽ മരണശേഷം ഞാൻ അവശേഷിപ്പിച്ച ഒരു തൂവലെങ്കിലും, ഒരാളിനോട് പറഞ്ഞ നല്ല വാക്കിന്റെ ഇന്ദ്രധനുസിന്റെ തൂവലെങ്കിലും ബാക്കിയാകണം. അടയിരുന്ന ആശയങ്ങളുടെ മേൽ, ചിന്തയുടെ മേൽ അടയിരുന്നതിന്റെ ചൂടുണ്ടാകണം. അതിനേക്കാൾ കൂടുതൽ ലളിതമായൊന്നും ഞാനെന്ന മനുഷ്യപ്പറവയ്ക്ക് എന്റെ ജീവിതം ആവിഷ്കരിക്കാൻ കഴിയില്ലല്ലോ സർ. പ്രദീപ്, ഇനി നമ്മൾ 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. GS പ്രദീപ്, പ്ലീസ് ബി സീരിയസ്. 5 ലക്ഷം രൂപ. മോണിറ്റർ. ഇനി പറയുന്നവയിൽ ചലച്ചിത്ര താരം ഉർവശി കഥ എഴുതിയ സിനിമ ഏതാണ്? ഓപ്ഷൻ എ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, ഓപ്ഷൻ ബി കൗതുക വാർത്തകൾ, ഓപ്ഷൻ സി തിരുത്തൽവാദി, ഓപ്ഷൻ ഡി കളിപ്പാട്ടം, ഓപ്ഷൻ ഇ കൊട്ടും കുരവയും. ഞാൻ ഉത്സവമേളം എന്നൊരു ചോയ്സ് വിചാരിച്ചു. അതാണോ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് ഉർവശി എഴുതിയതാണ് എന്നാണ് എന്റെ തോന്നുന്നത്. പൂട്ടാമോത് കൂട്ടാ സർ. ഓപ്ഷൻ എ പിടക്കോഴി കോവുന്ന നൂറ്റാണ്ട് പൂട്ടിയിരിക്കുന്നു. അപ്പൊ പിടക്കോഴി കോവുന്ന നൂറ്റാണ്ട് 5 ലക്ഷം രൂപയുടെ കളിയാണ് നമ്മൾ കളിച്ചത്. പക്ഷേ ആ കളി വേറൊരു സിനിമയിലേക്ക് പോകുമോ എന്നുള്ള സംശയമുണ്ട്. ഉണ്ടാകുമോ പ്രദീപ്? സാധ്യതയില്ല സർ. സാധ്യതയില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം GS പ്രദീപ്, പിടക്കോഴി കൂവോ കൂവില്ലയോ എന്നുള്ളത് ഇപ്പൊ അറിയാം. പിടക്കോഴി കൂവി. ഉത്തരം ശരിയാണ്. 5 ലക്ഷം രൂപ. കൺഗ്രാചുലേഷൻ. 5 lakhs. ഇനിയിപ്പോ ഒരു പിടിവള്ളി ബാക്കിയുണ്ട്. 10 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. നല്ല സുഖമുണ്ടല്ലേ കേൾക്കുമ്പോൾ? ഇത് കൊള്ളാം. മറ്റേ അവതരിപ്പിച്ച് പ്രശ്നമുണ്ടല്ലോ. പണ്ട് ജോൺ ലോഗി ബേർഡ് TV കണ്ടുപിടിച്ചപ്പോ സാർ, ആദ്യം ഒരു പൂവാണ് ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് അടുത്ത മുറിയിലിരുന്ന് നോക്കിയപ്പോൾ കണ്ടു. പക്ഷെ ചലിക്കുന്ന എന്തെങ്കിലും കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇയാൾ റോഡിൽ പോയപ്പോൾ ഒരു പയ്യനെ കണ്ടു. അവന്റെ കൈ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടുപോയി അകത്ത് ഇരുത്തിയിട്ട് TVയുടെ മുമ്പ് ക്യാമറയുടെ മുമ്പ് ഇരുത്തിയിട്ട് എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു. അവൻ എന്താ കാണിക്കുക? ഭിക്ഷ അയച്ചു. അടുത്ത മുറിയിലെ ചതുരപ്പെട്ടിയിൽ തെളിഞ്ഞു കണ്ടപ്പോൾ ഇയാൾ സന്തോഷിച്ചിട്ട് ഇവനെ കെട്ടിപ്പിടിച്ച് കുപ്പായത്തിന്റെ കീശയിൽ നിന്ന് കുറെ നാണയം വാരി അവന് കൊടുത്തു, കുറെ പെൻസ്. അവന്റെ പേര് വില്യം ടെൻഡൺ എന്നായിരുന്നു, ആ തെരുവ് ബാലന്റെ പേര്. ടെലിവിഷൻ എന്ന മാധ്യമത്തിലൂടെ പൈസ വാങ്ങുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യൻ വില്യം ടെൻഡൺ ആണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പറ്റിയ അവസാനത്തെ കക്ഷി GS പ്രദീപ്. അതെ, GS പ്രദീപ് വീണ്ടും ലെവൽ മാറുന്നു. കുട്ടേട്ടാ, ലെവൽ 4. $10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്. ഇനി പറയുന്നതിൽ വ്യാഴത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ പേടകം ഏതാണ്? ഓപ്ഷൻ എ ഹൈജൻസ്, ഓപ്ഷൻ ബി ജൂനോ, ഓപ്ഷൻ സി ജെമിനി, ഓപ്ഷൻ ഡി ഗലീലിയോ, ഓപ്ഷൻ ഡി കാസിനി. വ്യാഴത്തെ പ്രദക്ഷിണം വച്ചുകൊണ്ടിരിക്കുന്ന പ്രസന്റൻസ് ആണ് ചോദ്യം. പ്രസന്റൻസ് ആണ്. 2016 തുടങ്ങിയിരിക്കുകയാണ് ഈ പ്രദക്ഷിണം. കുട്ടേട്ടാ ഒരു സഹായം. തീർച്ചയായിട്ടും സഹായിക്കാം. ഞാൻ 3 ഓപ്ഷൻസ് ആണ് ഇനി പറയുക. അതിൽ ഒന്ന് ശരി ഉത്തരമായിരിക്കും. എ ഹൈജൻസ്, ബി ജൂനോ, സി ജെമിനി. ഇപ്പോൾ 3 ഉത്തരം ബാക്കിയുണ്ട്. ഇതിൽ ഒരെണ്ണാണ് ശരി ഉത്തരം. 10 ലക്ഷം രൂപയുടെ ഉത്തരം. തെറ്റിയാൽ 1.5 ലക്ഷം രൂപ കൊണ്ട് തിരുമലയ്ക്ക്. പിന്മാറിയാൽ 2.5 ലക്ഷം രൂപ. പിന്നെ 2 ഉത്തരം അറിയാമെങ്കിലും മണി ഷെയർ എന്നൊരു കളിയുണ്ട്. പണം പങ്കുവെച്ച് കളിക്കുക. പക്ഷെ 2 ഉത്തരവും തെറ്റാണെങ്കിൽ വീണ്ടും 50,000 രൂപ കൊണ്ട് തിരുമലയ്ക്ക്. എന്നാൽ ശരിയായ ഉത്തരം പറഞ്ഞാൽ 10 ലക്ഷം രൂപ. എന്ത് ചെയ്യണം? അവിടെ ചോദിക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് തീരുമാനിക്കണം. ഇതുവരെ എല്ലാം തീരുമാനം ഒറ്റയ്ക്കായിരുന്നില്ലേ? ഞാൻ പിൻവാങ്ങുന്നു സാറേ. ഞാൻ പിന്മാറും. സംശയമുണ്ടോ ഉത്തരത്തിൽ സംശയമുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഞാൻ പിന്മാറുന്നു. തീരുമാനിച്ചു. ക്രിസ്ത്യൻ ഹൈജൻസ് എന്ന് പറയുന്ന ഓപ്റ്റീഷ്യൻ തരംഗശാസ്ത്രജ്ഞന്റെ പേരിലാണ് ഹൈജൻസ് എന്ന് പറയുന്നത്. ജെമിനി എന്ന് പറയുന്നത് ഒരു ഉപഗ്രഹമാണ്. ജൂനോ ആകാം ചിലപ്പോൾ ഉത്തരം. പക്ഷേ ഒരു സംശയം ബാക്കിയുണ്ട്. ഞാൻ പിൻവാങ്ങും. അപ്പോ ഈ മത്സരവേദി അല്ല, അത് മാത്രമല്ല സാർ, ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാലേ, പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രസിഡന്റുമാർ പക്ഷേ രാജേന്ദ്ര പ്രസാദിൽ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ രാംനാഥ് കോവിന്ദ് വരെ എത്തി നിൽക്കുന്നതിനിടയിൽ ഒരുപാട് പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. രാഷ്ട്രപതിമാർ മാറി മാറി വരും. രാഷ്ട്രപിതാവ് ഒന്നല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. ഫാദർ ഓഫ് നേഷൻ ഒന്നേ ഉള്ളൂ. അതുപോലെ ഒരുപാട് ബൗദ്ധിക വ്യായാമങ്ങളും പ്രോഗ്രാമുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും 15 വയസ്സുകാരന്റെ കൗമാരക്കാരന്റെ എല്ലാ സംഭ്രമ വിഭ്രമങ്ങളോടും കൂടി നിന്ന് ആ കാലത്ത് എന്റെ കൈപിടിച്ച് ഒരു മാധ്യമത്തിന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിന്റെ വാക്കും അറിവും പ്രകടമാക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് തിരിതെളിയിച്ചു തന്ന
ഗുരുനാഥനാണ് അങ്ങ്. അങ്ങുമായി സത്യത്തിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ കുറേ നേരം സംസാരിക്കാം, കുറേ രസകരമായി പങ്കെടുക്കാം, പ്രേക്ഷകരോട് കുറേ പേരോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാം എന്നതിലപ്പുറം ഒരു മത്സരം എന്നത് വിചാരിച്ചേ അല്ല ഞാൻ. എനിക്കറിയാം GS പ്രദീപ്, അതുകൊണ്ട് തന്നെയാണല്ലോ എൻ്റെ ചിന്തയിൽ പെട്ടെന്ന് പ്രദീപിന്റെ പേര് വന്നത്. ഈവൻ ആറളം ഫാമിനെ കുറിച്ച് പോലും എനിക്ക് താങ്കളോട് സംസാരിക്കുമ്പോൾ സംശയം തോന്നാൻ കാരണം എൻ്റെ ഷാർപ്പ്നെസ് ഇതിനകത്തൊന്നും ആയിരുന്നില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള ഓർമ്മയുടെ രസമാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രദീപ് ഒന്ന് സീരിയസ് ആകുമെന്ന് സാറ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സീരിയസ് ആയി. അത് ഞാൻ എല്ലാവരോടും പറയും, കാരണം അവരെ ഒന്ന് സീരിയസ് ആക്കാനും അവരിത് വളരെ ഒരു മത്സരമാണെന്ന് തോന്നിപ്പിക്കാനും വേണ്ടി. താങ്കളുടെ തീരുമാനം താങ്കൾ പിൻവാങ്ങുന്നു എന്നാണ്. അതെ, അപ്പൊ അതിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ GS പ്രദീപ്, താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നു, പിൻവാങ്ങുന്നു. 2.5 ലക്ഷം രൂപ താങ്കൾക്ക് കിട്ടുന്നു തിരുമലയിലേക്കുള്ള യാത്ര. ഇനി ഒരു ശരി ഉത്തരം പറയും. ഇതിനകത്ത് ഞാൻ പറയുമായിരുന്നെങ്കിൽ ഹൈജൻസും ജെമിനിയും പറയില്ല സർ, ജൂനോയെ ഞാൻ പറയുള്ളൂ. പറയുമായിരുന്നെങ്കിൽ എനിക്ക് ശരി ഉത്തരമേ പറയാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം ക്രിസ്ത്യൻ ഹൈജൻസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൈജൻസോ സ്റ്റാർലിറ്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ജെമിനിയോ അല്ല, മറിച്ച് ജൂനോയാണ് നിലവിൽ ജൂനോ ആണ് ശരി ഉത്തരം എന്നാണ് ഞാൻ പറയുമായിരുന്നത്. ഒരു സംശയത്തിന്റെ ഒരു കണികയിൽ നമ്മളത് വേണ്ടത് എന്ന് മാത്രമല്ല സർ, തോൽവിക്ക് ഒരു പ്രാധാന്യമുണ്ട് സർ. എങ്ങനെയാണോ പഠിക്കുന്നത്? സാർ എന്നോട് ചോദിച്ചല്ലോ, പ്രദീപ് എന്ത് പാഠമാണ് ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വില കൂടിയ പാഠം ഏത്? അതൊന്ന് പറയാൻ എന്നെ അനുവദിക്കണം. തീർച്ചയായിട്ടും. സൂറിച്ചിലെ വിഖ്യാതമായ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ലോകപ്രശസ്തമായ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് സൂറിച്ചിൽ. അവിടെ അഡ്മിഷൻ കിട്ടുവാനുള്ള ആഗ്രഹവുമായി ഒരു 15-കാരൻ അവിടെ ചെന്നു എൻട്രൻസ് പരീക്ഷ എഴുതി. എൻട്രൻസ് പരീക്ഷ എഴുതിയ വിധികർത്താക്കൾ അവനോട് പറഞ്ഞു പോരാ, അവന്റെ മാർക്കുകൾ വളരെ കുറവായിരുന്നു. പരീക്ഷയിൽ അമ്പെ പരാജയപ്പെട്ടു. അവൻ തീരെ പോരാ, വിഖ്യാതമായ സൂറിച്ചിലെ സാങ്കേതിക സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാൻ നീ യോഗ്യനല്ല, നിന്റെ IQ പോരാ. അന്ന് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ പേര് സാർ എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. കിട്ടാതെ പോയവന്റെ പേര് ചോദിച്ചാൽ ഞാൻ പറയും അവന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു. എനിക്ക് അങ്ങേ പരിചയം ആകാശവാണിയുടെ മനോഹരമായ തിരുവനന്തപുരത്തെ ആ രാജകീയ പ്രൗഢിയുള്ള കെട്ടിടത്തിൽ വെച്ചാണ്. അങ്ങേക്ക് അറിയാവുന്നതുപോലെ 15 മിനിറ്റ് കാലത്താണ് ആദ്യമായി കടന്നു വരുന്നത്. അതിനും 5 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയും, അതിന് 5-6 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലാതെ 7 വർഷങ്ങൾക്ക് മുമ്പ് അതേ ആകാശവാണിയിൽ കാഷ്വൽ ആർട്ടിസ്റ്റായി ഒരാൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ജനിക്കുന്നതിന് എത്രയോ കാലം മുമ്പല്ലേ സർ. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓഡിഷൻ ടെസ്റ്റിന് പോകാൻ തീവണ്ടിക്കൂലി കയ്യിലില്ലാത്തതുകൊണ്ട് കടം വാങ്ങിയ കാശുമായി അയാൾ അവിടെ ചെന്നപ്പോൾ ആകാശവാണിയുടെ അന്നത്തെ ടെക്നിക്കൽ സമിതി ഓഡിഷൻ ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞത് ഇയാളുടെ ശബ്ദം കേൾക്കാൻ ഇമ്പമില്ല, കേൾവിക്കാരിൽ ഇതൊരു കമ്പവും ജനിപ്പിക്കില്ല എന്നാണ്. അന്ന് സ്കോളർഷിപ്പിന് അക്കാഡമിയിൽ ശ്രമിച്ചപ്പോൾ അവരും പറഞ്ഞു തരാൻ നിവൃത്തിയില്ല എന്ന്. തീവണ്ടിക്കൂലി കടം കൊടുത്താൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. 6 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് വിളിച്ചു പറഞ്ഞു, യു ആർ ദ മോസ്റ്റ് ഫ്രീക്വന്റ് ഫ്ലയർ ഓഫ് ദിസ് ഇയർ, ഈ വർഷം ഏറ്റവും കൂടുതൽ പറന്ന യാത്രക്കാരൻ നിങ്ങളാണ് എന്ന്. കേൾക്കാൻ ഇമ്പമില്ല, കേൾവിക്കാരിൽ കമ്പമില്ല എന്ന് പറഞ്ഞ ആകാശവാണി അന്ന് വിധി എഴുതിയ ആ മനുഷ്യന്റെ ശബ്ദം കേൾക്കാതെ ഈ നാട്ടിലെ ദൈവങ്ങൾ പോലും ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നില്ലല്ലോ സാർ. അയാളുടെ പേര് യേശുദാസ് എന്നാണ്. അന്ന് തോറ്റുപോയവരുടെ പേര് എനിക്കറിയില്ല. അതുകൊണ്ട് സാർ ഇപ്പോൾ എനിക്ക് 2.5 ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ അവളെ അവൾക്കൊരു യാത്രയുണ്ട്, അപ്പോൾ യാത്രയ്ക്ക് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 2 രൂപ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആണോ? പകരം ഉള്ള ഒരു 50,000 രൂപയിൽ സാർ എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ്? ഇവിടെ വന്നിട്ട് തോറ്റുപോകുന്നവരുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ തോറ്റുപോകുന്നവർ, അതിൽ അർഹിക്കുന്നവരാണ്, ബുദ്ധിമുട്ടുള്ളവരാണ് എന്ന് സാറിന് തോന്നുന്ന 2 പേർക്ക് ഈ 50,000 രൂപ അങ്ങ് വീതിച്ചു കൊടുക്കണം. അങ്ങക്ക് ഏറ്റവും യുക്തരം തോന്നുന്നു? തീർച്ചയായിട്ടും അത് നമ്മൾ ആ 50,000 നമ്മളിവിടെ സൂക്ഷിക്കും. ഏറ്റവും അർഹൻ തോന്നുന്ന ഒരാളിന്റെ കരങ്ങളിൽ അത് കൊടുക്കും. 2 ലക്ഷം രൂപ സാർ പറഞ്ഞു. ബിന്ദു പ്രദീപ് മിന്നാരത്തിന് 2 ലക്ഷം രൂപ. യു ആർ ലക്കി. സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ വന്നപ്പോ പറഞ്ഞത് ഈ 2 ലക്ഷം രൂപ കൊണ്ട് 3 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാമെന്ന. മൈൻഡ് ഇറ്റ്. 2.5 ലക്ഷം രൂപ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു 8 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇടവേളയിൽ അവളെ കൊണ്ട് ഒരുപാട് യാത്രകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ട്. ആദ്യകാലങ്ങളിൽ ഒരുപാട് യാത്ര, എല്ലായിടത്തും അവൾ യാത്ര ചെയ്തു വന്നു. പിന്നീടൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ യാത്ര. പക്ഷെ ആ യാത്രകൾക്കിടയിലും സന്തോഷമുള്ള സാധനങ്ങളുണ്ട് സാർ. അതായത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഏഷ്യൻ ടെലിവിഷൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് എനിക്ക് ഷാർജയിൽ വെച്ച് കിട്ടിയപ്പോൾ അങ്ങേക്കും ഉണ്ടായിരുന്നു ഒരുപാട് അവാർഡുകൾ. അന്ന് നമ്മൾ ഒരുമിച്ച് വിമാനയാത്ര നടത്തിയപ്പോൾ വിമാനത്തിലിരുന്ന് നമ്മൾ കുറേ അശ്വമേധമൊക്കെ കളിച്ചു, രസകരമായി പോയി. രഞ്ജിനിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഓക്കെ, താങ്ക് യു GS പ്രദീപ്. ഈ ക്രിസ്മസ് ദിനത്തിൽ GS പ്രദീപിനെ വീണ്ടും കാണാൻ പറ്റി. മാത്രമല്ല ഈ പ്രേക്ഷകരോട് നമുക്ക് കുറേ നല്ല അനുഭവങ്ങൾ സംസാരിക്കാൻ പറ്റി. വളരെ സന്തോഷം. അല്ല സാറേ, ഇവരെ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കില്ലേ ഈ ശ്രീകണ്ഠൻ നായർ സാറും പ്രദീപും തമ്മിൽ ഇത്രയും വർഷത്തെ പരിചയമുണ്ട്, പരിചയം തുടങ്ങിയത് 1 നിമിഷം മാത്രം എന്ന് പറയുന്ന പരിപാടിയിലാണ്, അതെന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചാൽ അതിനൊരു മറുപടി വരണ്ടേ സാർ? അത് തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ GS പ്രദീപ് ഒരു കാര്യം ചെയ്യൂ, ഫ്ലവേഴ്സ് 1 കോടി, അതിനെക്കുറിച്ച് 1 മിനിറ്റ് സംസാരിക്കും.
അനന്തവിശാലമായ നീലാകാശത്തിന് കീഴിൽ ഭാരത സാമ്രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറരികിൽ ഒരു സുന്ദരിയുടെ സൗന്ദര്യം മറുകുപോലെ വിലസുന്ന കേരളത്തിലെ സാംസ്കാരിക പ്രബുദ്ധരായ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് അറിവിന്റെ അയനം നടത്തിക്കൊണ്ട് ശ്രീ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ഉജ്ജ്വലമായ ഈ സമസ്യ ജീവിതത്തിന്റെ വൈയക്തികാനുഭവങ്ങളിൽ പുതിയ വസന്തങ്ങൾ വിരിയിക്കുവാൻ വേണ്ടി വിജ്ഞാനത്തിന്റെ വഴിയിലൂടെ കാഴ്ചവട്ടങ്ങൾ കാണിച്ചു കൊടുക്കാൻ പുഷ്പങ്ങൾ എന്നർത്ഥമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ മനോഹരമായ ഈ മാധ്യമ ഇടം അതിന് അർഹവും അർത്ഥപൂർണവുമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വസന്ത പരിപാടിയിൽ ഇച്ഛാശക്തിയുടെ കാകളിപാടി കർമ്മത്തിന്റെ കാഹളമൂതുവാൻ അറിവ് ആയുധമാക്കാൻ ഇവിടെ വന്നെത്തുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടി വി പ്രേക്ഷകർക്ക് ശ്രീ ആർ ശ്രീകണ്ഠൻ നായരുടെയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇടമുള്ള ഈ പാവം ശിഷ്യൻ GS പ്രദീപിൻ്റെയും വക 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മഹാത്യാഗത്തെ അനുസ്മരിപ്പിക്കുന്ന ക്രിസ്മസിൻ്റെ ഉജ്ജ്വലവും ദീപ്തവുമായ ഈ നാളിൽ 1000 ക്രിസ്മസ് ആശംസകൾ. മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ടു 1991. ഓക്കെ, നമുക്കിനി താഴോട്ട് പോകാം. താഴോട്ട് പോകണോ കുട്ടേട്ടാ? ലെവൽ 1. GS പ്രദീപ് 2.5 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഒന്നിച്ചെഴുതുന്നു. 1.5 ലക്ഷം രൂപ നമ്മൾ ചെക്ക് എഴുതുമ്പോൾ പൂർണ്ണമാക്കി. GS പ്രദീപിനുള്ള 2.5 ലക്ഷം രൂപയുടെ ചെക്ക് നമ്മൾ സമ്മാനിക്കുന്നു. മൈജി നൽകുന്ന സമ്മാന തുകയാണ്. പ്രദീപ് ഇതിനേക്കാളും വലിയ സമ്മാനമാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസ്റ്റർ GS പ്രദീപ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ്. 1 കോടി. ഒരു സമ്മാനം കൂടി. ഞാനേ 3-4 തവണ ടെസ്റ്റ് ചെയ്തു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തു. RT-PCR നെഗറ്റീവ് ആണ്. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഒരു ഹഗ് ആയിക്കോട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു പ്രദീപ്. ഇനിയിപ്പോ ഞാനൊരു രഹസ്യം പറയാം. ഞാൻ RT-PCR ചെയ്തിട്ട് കുറെ ദിവസമായി. താങ്ക് യു പ്രദീപ്. നമുക്ക് ഇനിയും കാണണം. ഓക്കെ. അപ്പൊ പ്രദീപ്, താങ്കളുടെ വിജ്ഞാനത്തിന്റെ വഴി ദേശീയ ഹൈവേ പോലെ നീണ്ടു കിടക്കുകയാണ്. തിരുമലയ്ക്ക് യാത്ര. ഓക്കെ, താങ്ക് യു. ഇനിയും കാണും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഈ ക്രിസ്മസ് രാവ് അണയാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടത്? പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ദിവസമാണ് ക്രിസ്മസ് എന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാം. ഈ പുതിയ വർഷം, അതായത് 2022 വളരെ സമാധാനത്തിൻ്റെ വർഷമാകട്ടെ നമുക്ക് ഈ പുതുവത്സരം വരുന്ന ഈ സമയത്ത് ആശംസിക്കാം. അതോടൊപ്പം ലോകമെമ്പാടും ഫ്ലവേഴ്സിനെ നെഞ്ചേറ്റിയ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, പ്രത്യാശയുടെ ക്രിസ്മസ് ആശംസകൾ. ഗുഡ് ബൈ.